12 വർഷം ഒരാളുടെ മരണം കഴിഞ്ഞ് 12 വർഷം മരണം എന്നല്ല രക്തസാക്ഷിത്വം. താൻ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി ഒരാൾ ബലിയാകുകയാണ് ചെയ്തത്. വിമത ശബ്ദങ്ങളെ ഒതുക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിലാണ് നാം ജീവിക്കുന്നത്. അതിലെന്നെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്നതിലല്ല, മറിച്ച് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ, അതിനെതിരെ സംസാരിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ 3 ദിവസം വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു എന്ന് തന്നെ പറയാം. ക്രൂരമായി പീഡിപ്പിച്ച് തൂക്കിക്കൊന്നു. ഇവിടുത്തെ സാംസ്കാരിക രംഗത്തുള്ള പലരും എത്രയോ ദിവസങ്ങൾ മൗനം പാലിച്ചു. ഏറ്റവും അധികം വിപ്ലവ കവിതകൾ എഴുതിയിരുന്ന കവി പോലും ആരോ പുറകിൽ നിന്ന് നല്ല കുത്തുകൊടുത്തപ്പോൾ പറഞ്ഞു, ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. മറ്റൊരു ചിന്തകൻ സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ പ്രതികരിച്ച് അതിന് സൈദ്ധാന്തിക വശം കൊടുക്കുന്ന ഒരു സൈദ്ധാന്തികൻ എന്തെങ്കിലും മുരിയാടിയാൽ ഞാൻ 10,000 രൂപ കൊടുക്കാമെന്ന് ആരോ ഒരാൾ പറഞ്ഞപ്പോൾ അപ്പോഴല്ല, അയാൾ അപ്പോഴേക്കും മുരിയാടി. അതായത് ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒന്നുകിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക. അതിപ്പോൾ വളരെ നേർക്ക് തന്നെ ആവണമെന്നില്ല. ചന്ദ്രശേഖരനെ പോലെ നേർക്കുനേർ നിന്ന് കൊല ചെയ്യണമെന്നില്ല. ഒരാൾ ഇല്ലാതാക്കാൻ വിചാരിക്കുന്ന ഒരു പാർട്ടി അയാളെ ഇല്ലാതാക്കിയിരിക്കും. അത് അയാളുടെ സാംസ്കാരിക മണ്ഡലത്തിലായാലും ശരി, അയാളെ സാമ്പത്തികമായി ഞെരുക്കിയിട്ടായാലും ശരി, അയാളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടായാലും ശരി, എങ്ങനെയായാലും അയാളെ ഇല്ലാതാക്കിയിരിക്കും. ഒന്നുകിൽ അയാളെ കള്ളക്കേസിൽ കൊടുക്കും, ശങ്കരാടി ശ്രീനിവാസന്റെ പടത്തിൽ പറഞ്ഞ പോലെ പെണ്ണുകേസിൽ കൊടുക്കും, നാറ്റിക്കും, അയാളെ തേജോവധം ചെയ്യും, അയാളെ ഇല്ലാതാക്കും, സമൂഹഭ്രഷ്ടനാക്കും. എനിക്കറിയാം, നോർത്ത് മലബാറിലൊക്കെയുള്ള പല വടക്കൻ കേരളത്തിലെ പല ഏരിയകളിലും ഞാൻ TV റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്ത കാലത്ത് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോഴൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ, അവരോട് കലഹിച്ചാൽ നിങ്ങൾ അവിടുന്ന് പുറത്താണ്, നിങ്ങൾ പടിക്ക് പുറത്താണ്, നിങ്ങൾക്ക് ഊരുവിലക്കാണ്. ഇത് തന്നെയാണ് ഈ സാംസ്കാരിക കേരളത്തിൽ സംഭവിക്കുന്നത്. സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം ഇപ്പോൾ വടകരയ്ക്കും നോർത്ത് ഈ പ്രദേശത്തിന് തന്നെ ഓർക്കട്ടേരിക്കൊക്കെ തന്നെ പോരാട്ടങ്ങളുടേതായ ഒരു ചരിത്രവും സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. അതേസമയം സാംസ്കാരികമായി കേരളത്തിൽ നിലനിന്നിരുന്ന വിമർശനം, ആക്ഷേപഹാസ്യം, ഫലിതം, ഇതൊക്കെ തന്നെ ഇല്ലാതായിരിക്കുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരാളെ കളിയാക്കാൻ, ഒരു വിമർശനം ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നേരത്തെ വേണോട്ടൻ പറഞ്ഞ പോലെ മുതിർന്നവർ കാണിക്കുന്നതെന്തോ അത് തന്നെയാണ് അവരുടെ പോഷക സംഘടനകൾ കാണിക്കുക. SFI പോലെയുള്ള ഒരു സംഘടന തന്നെയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആ നൃത്താധ്യാപകൻ ഷാജിയുടെ മരണത്തിനും ഉത്തരവാദി എന്നതിൽ യാതൊരു സംശയവുമില്ല. കലോത്സവ വിജയി ആകാതിന് വേണ്ടി, അല്ലെങ്കിൽ കലോത്സവത്തിൻ്റെ കപ്പ് നേടാൻ വേണ്ടി വിധികർത്താവിനെ ഭീഷണിപ്പെടുത്തുക, കൈകാര്യം ചെയ്യുക, അയാളെ ആത്മഹത്യയിലെത്തിക്കുക, അതും ഒരു കൊലപാതകം തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നവരെ എങ്ങനെയൊക്കെ ഒതുക്കാം എന്ന് തീരുമാനിച്ച ഒരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ശരിക്കും ഭയമാണ് നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഭരിക്കുന്നത്. ഭയം ഭരിക്കുന്ന സാംസ്കാരിക രംഗമാണ് നമ്മുടെ കേരളം. വളരെ അപൂർവം ചുരുക്കം ചില അപ്പോൾ കൽപ്പറ്റ മാഷ പോലെയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നു, ആസാദിനെ പോലെയുള്ള സംസാരിക്കുന്നു. ഇതൊക്കെ വളരെ കുറവാണ്. പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും അത് ഗുണത്തിൽ വളരെ മുമ്പിലാണ്. അതാണ് നമുക്കൊക്കെ വീണ്ടും വീണ്ടും ഈ രാജ്യത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ തോന്നും. അതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടാം,
നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒതുക്കിയിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാകാം. പക്ഷേ ഇത്തരം ഭീഷണികളും ഭീതികളും മാറ്റി നിർത്തലുകളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതം ഒന്നേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ അനീതിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ് ശരിയായ കലാകാരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസാനിപ്പിക്കാൻ നമുക്ക് വാൾത്തലയിലെ രാഷ്ട്രീയം, ചോര വീഴ്ത്തിയ രാഷ്ട്രീയം എന്ന ഈ ഒരു പരിപാടിയിൽ എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം രക്തം വീഴ്ത്തിയല്ല നമ്മൾ ആശയങ്ങൾ തമ്മിൽ നേരിടേണ്ടത്. ആശയസമരത്തിന് ഒരുപാട് വേദികളുണ്ട്. എനിക്ക് തോന്നുന്നത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ് ഏറ്റവും അടഞ്ഞ ഒരു പുസ്തകം. ഈവൻ BJPക്കാർ പോലും ഒരു ആശയ സംവാദത്തിന് അവർ മറ്റുള്ളവരെ വിളിക്കുന്നേ കണ്ടിട്ടുണ്ട്, പലരും, പല പാർട്ടിക്കാരും. എന്നാൽ തങ്ങളുടേതല്ലാത്ത ഒരാളെയും ഇവർക്ക് കേൾക്കുകയോ ഇവർക്ക് കാണുകയോ വേണ്ട. സാംസ്കാരിക രംഗത്തിൻ്റെ ഈ കൂടുതൽ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് കൽപ്പറ്റ നാരായണ മാഷൊക്കെ സംസാരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആൾ ഇവിടെ സംസാരിക്കാനുണ്ട്. എങ്കിലും എന്താ പറയുക, സ്വന്തം ഭർത്താവിൻ്റെ തത്വശാസ്ത്രം മുറുകെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സാക്ഷിത്വത്തിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറി കേരളത്തിലെ പോരാളി സ്ത്രീകളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, ഞാനേറെ ബഹുമാനിക്കുന്ന KK രമയുടെ ഈ ഒരു മണ്ഡലത്തിൽ തീർച്ചയായും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിക്കണം എന്ന് തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ധീരമായ വാക്കുകൾക്കും സ്നേഹസാന്നിധ്യത്തിനും നന്ദി പ്രജ്ഞനായ ജോയ് മാത്യു. ആരെയും ഗൗനിക്കാതെ എങ്ങോട്ടേക്കാ പോകുന്നത്? അവസാനം ആരും ഗൗനിക്കാത്ത മരണത്തിലേക്കല്ലേ? പ്രതിഭാധനായ കവിയും എഴുത്തുകാരനും മാത്രമല്ല, നിശിതമായ സാമൂഹ്യ വിമർശനങ്ങൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഉന്നയിക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ് പ്രിയങ്കരനായ ശ്രീ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ. TP കൊല്ലപ്പെട്ട സന്ദർഭം മുതൽ ഇന്നോളം വടകരയുടെ ജനാധിപത്യ മുന്നേറ്റങ്ങളിൽ സജീവമായി ഇടപെടുന്ന കൽപ്പറ്റ നാരായണൻ മാഷിനെ TP കേസ് കേരളത്തോട് പറയുന്നത് എന്ന ഈ സംവാദ ഭൂമികയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കൾ, ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ഒരു വരി ഞാൻ എഴുതി. മരിച്ചതിൽ പിന്നെ ചന്ദ്രശേഖരൻ ഉറങ്ങിയിട്ടില്ല എന്ന്. വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഒരു പോള കണ്ണടയാതെ സമസ്ത ജാഗ്രതയുമായി ചന്ദ്രശേഖരൻ നമുക്കിടയിൽ നിലകൊള്ളുന്നു. അതിന് അദ്ദേഹത്തെ ശക്തനാക്കിയ KK രമയ്ക്കും RMP പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ കേസിലൂടെ നീതിബോധത്തിന് ഇനിയും കാലമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ സവിശേഷമായി അഭിനന്ദിച്ചുകൊള്ളുന്നു. വയലൻസിനെതിരെ നിലകൊള്ളേണ്ട വല്ലാത്ത ഒരു കാലമാണ് ഇത്. ചന്ദ്രശേഖരനെ ഒരു വെട്ടുകൊണ്ട് കൊല്ലാതെ 51 വെട്ടുകൾ കൊണ്ട് കൊന്നു എങ്കിൽ അതിനർത്ഥം വയലൻസിലൂടെ ജനതയെ നിലക്കി നിർത്താം എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി കരുതി എന്നതാണ്. അങ്ങനെ നിലയ്ക്ക് നിൽക്കാൻ തയ്യാറല്ല എന്ന് അന്നു മുതൽ ഈ വടകര കാണിച്ചുകൊണ്ടിരുന്നു എന്നതാണ് വസ്തുത. രണ്ടിടത്തും വയലൻസാണ്, ഭാരതത്തിലൊട്ടാകെയും കേരളത്തിലും. മോദി ഞാൻ ഗ്യാരണ്ടി എന്ന് ഓരോ കുറി പറയുമ്പോഴും ഞാൻ വയലൻസിന് ഗ്യാരണ്ടി എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. മണിപ്പൂര് പോലെ
ഭാരതം മുഴുവനും ആയിത്തീരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. നവദൽഹിയിൽ പണ്ട് സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഗാന്ധിയെ നിയോഗിച്ചപ്പോൾ ഗാന്ധി അവിടെ വരുന്നതിൽ അപ്രിയമുണ്ടായിരുന്ന, സമാധാനത്തിനോട് പ്രിയമില്ലാത്തവർ ഗാന്ധി വരുന്ന വഴിയിൽ കുപ്പിച്ചില്ലും മുള്ളും വിതറി. ഗാന്ധി പാദരക്ഷകൾ കയ്യിലൂരിപ്പിടിച്ച് ആ കുപ്പിച്ചില്ലുകളിലൂടെ നടന്നിട്ടാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ഭാരതം മുഴുവൻ മോദി കുപ്പിച്ചില്ലുകളും മുള്ളുകളും വിതറിയിരിക്കുന്നു. പാദരക്ഷകൾ കയ്യിൽ പിടിച്ചു വേണം നമുക്ക് ഇനി മുന്നോട്ടു പോകാൻ. അതുകൊണ്ട് ഈ വരും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാലുകുത്തുവാൻ നിങ്ങൾ മോദിയെ അനുവദിച്ചുകൂടാ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപമാനകരമാണ് നമ്മൾക്ക് ഇത്. ഗാന്ധിയെ പൂർണ്ണമായി വിസ്മരിക്കാൻ ഒരു ജനതയും തയ്യാറാവുകയില്ല. ഗാന്ധി നമുക്ക് വേണ്ടി നേരത്തെ ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞതുപോലെ പോരാടിക്കൊണ്ടിരിക്കും. പിന്നീട് ഗാന്ധി ഉറങ്ങിയിട്ടില്ല എന്നതിനാൽ ഇനി കേരളത്തിലെ അവസ്ഥ വീണ്ടും വയലൻസാണ്. ആ വയലൻസിൻ്റെ ഭീകര രൂപമാണ് നമ്മൾ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ കണ്ടത്. ആളുകൾ പറയും കെ ശൈലജയ്ക്ക് കക്ഷിരാഷ്ട്രീയാതീതമായ സ്വാധീനമുണ്ട്, വ്യക്തിപ്രഭയുണ്ട്. അതൊക്കെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നതല്ല എന്ന് ആളുകൾ മറന്നു പോകരുത്. അഥവാ അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നെങ്കിൽ കൺമുന്നിൽ വെച്ച് നടന്ന ഈ TP വധത്തെ അവരിന്ന് വരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പാർട്ടിക്കാണ് അതിൽ കുറ്റം. ഇന്ന് വരെ പറയാത്ത ഒരാൾക്ക് അണികളെ അല്ലാതെ പൊതുജനത്തെ അഭിമുഖീകരിക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത്? സ്വന്തം അണികളെ അല്ലാതെ ഷുക്കൂർ വധക്കേസ് ഇങ്ങനെ പലതും നടക്കുമ്പോൾ നിശബ്ദയായിരിക്കുകയും TP വധക്കേസിന്റെ സൂത്രധാരനായ കുഞ്ഞനന്തൻ മഹാത്മാവാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരാൾക്ക് എന്ത് വ്യക്തിപ്രഭാവമാണ് സാധിക്കുക എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് നാം ഓർക്കണം, ഈ SFI അതിനെ ഒന്ന് തള്ളിപ്പറയാൻ ഈ ദിവസങ്ങളായിട്ടും നമ്മുടെ ഈ ജനകീയ പ്രഭാവമുള്ള ഈ ടീച്ചർക്ക് സാധിച്ച ഒരു ടീച്ചറല്ലേ അവർ? സാധിച്ചില്ല. അതിനെ അപലപിക്കാത്തവർ മനുഷ്യത്വമുള്ളവരല്ല, മറ്റെന്തോ ആകട്ടെ, മനുഷ്യത്വമുള്ളവരല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വിധത്തിൽ ഒരു മരണം നേരത്തെ ഇവിടെ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ ഒരു ദിവസം ഏതാനും സമയമാണ് അനുഭവിച്ചതെങ്കിൽ 3 ദിവസം അതേ ദുരന്തം അനുഭവിച്ച് കൊലയിലോ ആത്മഹത്യയിലോ അയാൾ അവസാനിച്ചുവെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ പിൻബലം ഉള്ളതുകൊണ്ട് മാത്രം ഇത് സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന ഒന്നിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വ്യക്തിപ്രഭാവമുള്ള ഒരാൾ ജനത്തിന് മുന്നിൽ വരാതിരിക്കുകയാണ് സത്യത്തിൽ വേണ്ടത്. അത്രയും കുറ്റകൃത്യത്തിൻ്റെ ചോര അവരിൽ, ഒരുപക്ഷെ പാർട്ടിയിൽ അതുമായി ഐക്യപ്പെട്ട് ഒന്നും പുറത്തേക്ക് പറയരുത്, ഒന്നും സമ്മതിക്കരുത് എന്ന് വിചാരിക്കുന്ന എല്ലാവരിലും പറ്റിയിരിക്കുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊന്നും ക്ഷണിക്കപ്പെടാറില്ല. കോൺഗ്രസ്സുകാർ ക്ഷണിക്കാറുണ്ട്, അവരെ പോയിട്ട് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. അവർക്ക് വിമർശനത്തിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല തോന്നിയിട്ടുണ്ട്. മൗലികമായി ഒരു വ്യത്യാസമുണ്ട്. മൗലികമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിൽ അതെന്ത് ചെയ്താലും അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയും ഗാന്ധിയുടെ സങ്കല്പത്തിൽ ഒരു സ്വരാജും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. അതെത്ര ദുർബലപ്പെട്ടാലും സ്വന്തം ഭാഗധേയം സ്വയം നിർണയിക്കുന്ന വ്യക്തികളുടെ സമൂഹമാണ് ഒരു സ്വരാജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓർമ്മകളെങ്കിലും ഇപ്പോഴും കോൺഗ്രസ്സുകാരിൽ ഉണ്ടായിരിക്കണം. ഒരാൾ
തൻ്റെ പാർട്ടിയിൽ ഒരു തെറ്റ് ചെയ്താൽ അതേ പാർട്ടിക്കാരൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുക എന്ന ജനാധിപത്യം ആ പാർട്ടിയിൽ ഉണ്ട്. അത് വലിയ കാര്യമാണ്. ഒരാൾ ചെയ്തത് സകലരും അതേപടി നിശബ്ദമായി സഹിക്കുന്ന പ്രവണതയുടെ പേരാണ് വാസ്തവത്തിൽ ഫാസിസം. ഫാസിസം എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് വിറകും അതിനകത്ത് കടത്തി വെച്ചിരിക്കുന്ന ഒരു മഴുത്തലയുമാണ്. അത് റോമൻ ജുഡീഷ്യറിയിൽ നിന്നും മുസോളിനി സ്വീകരിച്ചത് ഈ വിറകിൻ കെട്ടിലെ വിറക് കൊള്ളി പോലെ നിർജീവരായിരിക്കണം പൗരന്മാർ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. അവരൊന്നും എതിർക്കാൻ പാടില്ല, ഒന്നും പ്രതിഷേധിക്കാൻ പാടില്ല. ഈ വിറക് കൊള്ളികൾ പോലെ അവർ അനുകൂലിക്കണം, അടങ്ങിയിരിക്കണം. ഈ അടക്കം എത്രയാളുകളെ കേരളത്തിൽ അഭിമാനമുള്ളവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. നിവൃത്തികേട് കൊണ്ട് മാത്രം ആരും ഈ വിറകിൻ കെട്ട് പൊളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇരിക്കട്ടെ, 4 പേർ 5 അഭിപ്രായം പറയട്ടെ, എന്നാൽ പോലും നീതിക്ക് അവിടെ ഇടമില്ലേ? ഒരേ അഭിപ്രായത്തിന് നീതിക്ക് എവിടെയാണ് ഇടം? അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ്സുകാർ അത്ര ബുദ്ധിപൂർവ്വം ഒന്നും തീരുമാനമെടുക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ എന്തൊരു മികച്ച തീരുമാനമാണ് കോൺഗ്രസ്സുകാരെടുത്തത് എന്ന് അസൂയയോടെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു. കാരണം ഒന്നാം തരം തീരുമാനമാണ്. BJPക്കെതിരെ ആർക്ക് ആണ് പോരാടാൻ കഴിയുക എന്ന് നിശ്ചയമായും കെ മുരളീധരൻ തൃശ്ശൂരിൽ തെളിയിക്കും. 3ാം സ്ഥാനത്തേക്ക് താഴും സുരേഷ് ഗോപി എന്നതിൽ ഒരു സംശയവുമില്ല. അഥവാ അവിടെ സുനിൽകുമാർ ജയിച്ചാൽ പോലും അതിൽ മുഖ്യ പങ്ക് മുരളീധരൻ്റേതായിരിക്കും എന്നതിലും സന്ദേഹം വേണ്ട. അതിലും മികച്ച തീരുമാനം ഒന്നേ ഉള്ളൂ, അത് ഷാഫിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതാണ്. ഷാഫിയുടെ സ്വീകരണ ചടങ്ങുകളിലെ ഫോട്ടോകൾ ഞാൻ നോക്കാറുണ്ട്. എന്തൊരു ആഹ്ലാദമാണ്, എന്തൊരു സ്നേഹമാണ്. രാഹുൽ ഗാന്ധിയുടെ സദസ്സുകളല്ലാതെ സമീപകാലത്ത് ഇങ്ങനെ സ്നേഹം കൊണ്ട് വിജൃംഭിച്ച സദസ്സുകളെ ഞാൻ കണ്ടിട്ടേയില്ല. അത്തരം സദസ്സുകൾ ഒരു സന്ദേശം തരുന്നുണ്ട്. അത് ജനാധിപത്യം എന്ന് പറയുന്ന സന്ദേശമാണ്, വെറുപ്പിൻ്റെ അഭാവമാണ്. അക്കിത്തം പറയുന്നുണ്ട്, നമ്മൾക്ക് മെരുങ്ങാത്ത നമ്മളല്ലാത്ത കൂട്ടരും അതിലൊന്നിലുമില്ലാത്ത നമ്മളല്ലാത്ത കൂട്ടരും മനുഷ്യരല്ല മൃഗവും മരം കൂടിയുമല്ലിനി എന്ന് വിചാരിക്കുന്ന കേഡർ പാർട്ടികൾക്ക് പുറത്ത് സ്വാതന്ത്ര്യവും ശുദ്ധവായുവും ശ്വസിക്കുന്ന പാർട്ടിയിൽ ഉള്ള സകലരാലും സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ അതിവിടുത്തെ ജനാധിപത്യത്തിന് ഉറപ്പാണ് നൽകുന്നത്. ചന്ദ്രശേഖരൻ്റെ സ്മരണയോടുള്ള ആദരവാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ചന്ദ്രശേഖരൻ ഉറങ്ങുകയില്ല. ചന്ദ്രശേഖരൻ ഈ തെരഞ്ഞെടുപ്പിലെയും ഏറ്റവും വലിയ ശക്തിയായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന് എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി. പ്രിയങ്കരനായ അധ്യാപക, ചങ്കൂറ്റമുള്ള വാക്കുകൾ ഞങ്ങൾ വടകരക്കാർ ചങ്കിലേക്ക് എടുക്കുന്നു. സാന്നിധ്യത്തിനും സ്നേഹത്തിനും നന്ദി. കേരളത്തിന്റെ ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വങ്ങളിൽ ഒന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കാലഘട്ടം. TP കൊല ചെയ്യപ്പെട്ട നാളുകളിൽ കേരളത്തിന്റെ ക്രമസമാധാന രംഗം കൈകാര്യം ചെയ്ത ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ് ധീരവും സാഹസികവും നീതിയുക്തവുമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. TP കേസ് കേരളത്തോട് പറയുന്നത് ഈ സംവാദ സായാഹ്നം കേരളത്തിലെ ജനാധിപത്യവും മതേതരത്വവും ആഗ്രഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കും ഞങ്ങൾ സമാധാനം ആശംസിക്കുന്നു. ഈ സ്നേഹസായന്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായി പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹർഷം സാദരം സവിനയം ഈ വേദിയിലേക്ക് ആനയിക്കുന്നു.
ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ, ഈ സമ്മേളനത്തിൽ ഇപ്പോൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് കേരളം ഏറെ ബഹുമാനിക്കുന്ന ശ്രീ കൽപ്പറ്റ അവർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി കെ രമ MLA, സ്നേഹനിധിയായ ശ്രീ N. വേണു, ശ്രീ ജോയ് മാത്യു, അഡ്വക്കേറ്റ് കുമാരൻകുട്ടി അവർ, KC ഉമേഷ് ബാബു, ഡോക്ടർ ആസാദ്, പ്രിയപ്പെട്ട രമേഷ് കാവിൽ, മറ്റ് സ്നേഹനിധികളായ സഹോദരങ്ങളെ, സ്നേഹിതരെ, ഞാൻ ഓർക്കുന്നു 2013 ഒരു സായാഹ്നത്തിൽ ഞാൻ ഈ വടകരയിൽ വന്ന ഒരു യോഗത്തെക്കുറിച്ച്. ഒരു ചെറിയ പുൽക്കൊടി പോലും താഴെ വീഴാത്ത വിധത്തിൽ ജനനിബിഡമായ ജനങ്ങളുടെ ആകാംക്ഷയോടുകൂടിയ ഒരു നിപ്പ് എൻ്റെ കണ്ണിൽ നിന്ന് ഇതുവരെ മായുന്നില്ല. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ. രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് ശ്വാസം മുട്ടിയ ഒരു ഭൂപ്രദേശത്ത് ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് എതിരായിട്ട് ശക്തമായ നടപടിയെടുക്കണമെന്നുള്ള ജനങ്ങളുടെ ചിന്തയുടെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു അത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യപരമായി ജീവിക്കുവാനും നമ്മളുടെ പൗരാവകാശം ഉറപ്പിക്കുവാനും നമ്മൾക്ക് ജനങ്ങളോട് സംവാദിക്കാനും അതോടൊപ്പം തന്നെ ആശയപ്രചരണം നടത്തുവാനും ഒക്കെ ഒത്തിരി അവകാശങ്ങളുണ്ട്. പക്ഷേ ആ ആശയപ്രചരണത്തെ തടുക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ നമ്മളുടെ ഈ നാട്ടിലെ ബഹുജനങ്ങൾ ഒരുമിച്ച് എതിർക്കുകയായിരുന്നു. TP കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 8, 10, 12 കൊല്ലക്കാലമായി ആ നാൾ വഴികൾ ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു കഥ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ല. നമ്മളുടെ ഈ പ്രദേശത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു ചെറുങ്ങിയ കാലഘട്ടത്തിൽ 168 എണ്ണം എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. അത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തുമുണ്ട്, കോഴിക്കോട് ജില്ലയുടെ ഈ ഏരിയയിലുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൽപ്പറ്റ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ഗ്രാമങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന അക്രമം ആർക്കും പുറത്തു പറയാനുള്ള ധൈര്യവുമില്ല. നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുവരികിൽ പോലും ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് അനുമതി കൊടുക്കാത്ത ആളുകളാണ് ആ പ്രദേശത്തിൻ്റെ ആധിപത്യം കൈവശപ്പെടുത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? നമ്മൾ സ്വതന്ത്രരാണ്. നമ്മളൊരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിയമസമാധാന പാലനം നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു തലമുറയും ജനതയുമാണ് ജീവിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതൊന്നും പ്രാവർത്തികമായി കിട്ടുന്നില്ല. അതൊക്കെ പത്രത്താളുകളിൽ മാത്രം നിൽക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദുഃഖകരം. ഇവിടെ വടകരയും ചുറ്റുവട്ടവും സാംസ്കാരികമായി നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കൽപ്പറ്റ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത്യുജ്വലമായ അധ്യായങ്ങളുണ്ടായ ഒരു നാടല്ലേ. ഇവിടെ പരിഷ്കൃതരായ ജനസമൂഹമാണ് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഹാഭൂരിപക്ഷത്തിൻ്റെ മഹാഭൂരിപക്ഷവും അവരുടെ ജീവിതക്രമങ്ങൾ ആ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ വന്നുപെട്ടിട്ടുള്ള ഈ കാലഘട്ടത്തിലെ കൊലപാതകങ്ങൾ നമ്മളെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ആ കൊലപാതകത്തിന് അന്ത്യമുണ്ടാക്കണമെന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് TP ചന്ദ്രശേഖരൻ കേസിൻ്റെ വിജയം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആ കേസ് വന്നു കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞു, ഒരുപറ്റം ആളുകൾക്കെതിരെ അവർ പ്രതിക്കൂട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കള്ളക്കേസുകൾ അവർക്കെതിരായി കെട്ടിച്ചമച്ച് അവർക്കെതിരായി കള്ളമൊഴികൾ കൊണ്ടുവന്ന് അങ്ങനെ അവരെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം രാഷ്ട്രീയമായ നീക്കമാണ് നടന്നത് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കാപട്യമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകില്ലാത്തത്? അത് കള്ളക്കേസായിരുന്നു എന്നുവരികിൽ കോടതിയിൽ സവിസ്തരം അടിപൊളി വിസ്താരം നടന്നതല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കുമാരൻകുട്ടി ഇവിടെ ഇരിക്കുന്നു.
ഞാൻ നിങ്ങളുടെ പേരിൽ ശ്രീ കുമാരൻകുട്ടിയെ സല്യൂട്ട് ചെയ്യാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയും ചെയ്യാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ കുമാരൻകുട്ടിക്ക് ഇതിൻ്റെ നാൾവഴികളെല്ലാം അറിയില്ലേ? ആ കേസിനകത്ത് ഉണ്ടായ എല്ലാ നീക്കങ്ങളും നിങ്ങൾക്കറിയാം. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി പോലീസിനെ അനുവദിക്കുമായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ സ്വതന്ത്രമായി ആളുകൾക്ക് കയറാനും പോകാനും സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടില്ലേ? ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു പ്രമുഖനായ വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കണക്കാക്കുന്നു, ഒരിക്കൽ പോലീസ് സ്റ്റേഷനകത്തേക്ക് ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് ഈ പ്രതികളെ വിടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹം നടത്തിയ വ്യക്തി. അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കുക, അവരുടെ കുടുംബക്കാർക്കെതിരായിട്ട് വിരൽ ചൂണ്ടുക, അവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുക, അവരുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടുള്ള ബൈക്ക് കത്തിച്ചു കളയുക, അവിടെ പശുത്തൊട്ടിൽ കാലിത്തൊഴുത്തിൽ കെട്ടിയിട്ടുള്ള പശുവിനെ പോലും വെട്ടുക. ഞാൻ ചോദിച്ചു, മൃഗങ്ങൾ പോലും ചെയ്യുമോ? കൊലകൊല്ലി ആനയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അന്ന് ഇവർ ചെയ്തത് എന്നുള്ളത് ആർക്കാണ് മറക്കാൻ കഴിയുന്നത്? അപ്പം ഈ സമൂഹത്തെ ഈ രൂപത്തിൽ നിർദ്ദയമായി വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ഭീതിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ആരും എതിരായിട്ടൊന്നും പറയരുത്. എതിരായിട്ടൊരാൾ പറഞ്ഞാൽ ആ ആളിനെ അവിടെ വെച്ച് ഉന്മൂലനം ചെയ്യും. രാഷ്ട്രീയത്തിലെ ഉന്മൂലന ചിന്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഉന്മൂലന തത്വശാസ്ത്രവുമായി നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് പിന്തുണ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ നേരെ മുമ്പിലിരിപ്പുണ്ട്. ഞാൻ ചോദിക്കും, നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുകയല്ലേ? നമ്മുടെ പൊന്നോമനകളെ കൈവെള്ളക്കകത്ത് കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി അവരെ വളർത്തുകയല്ലേ? തൊട്ടിലിട്ട് ആടിച്ച് അവരെ എല്ലാ രൂപത്തിലും പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിട്ട് അവിടെ നിന്ന് മിടുക്കരായി പഠിച്ച് മടങ്ങി വരുന്നത് കണ്ടുകൊണ്ട് യൂണിഫോം ഇട്ട കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു മുത്തശ്ശിക്ക് എന്താ തോന്നുക? മാറോടണച്ചവളുടെ തലയിൽ ഉമ്മ വെക്കാൻ തോന്നുകില്ലേ? അങ്ങനെയുള്ളൊരു മാതൃത്വം, അതിൻ്റെ പശ്ചാത്തലമല്ലേ നമുക്കുള്ളത്? ആ പശ്ചാത്തലം എന്തുകൊണ്ട്? സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ? അതിനെയാണ് തകർക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തകർക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചത്. ഏതായാലും കേസിൻ്റെ 2 വിധി വന്നു. കേസിൻ്റെ 1-ാം വിധിയിലായിരുന്നു വലിയ ബഹളം ഉണ്ടായത്. 1-ാം വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞങ്ങളെ കുഴപ്പത്തിലാക്കുകയാണ്, അപ്പീലിൽ കാണാം എന്ന് പറഞ്ഞു. അപ്പീലിൽ പോയി. അപ്പീലിൽ കണ്ടു നമ്മൾ പുറത്തു പോയ 2 ആളുകളെ കൂടി അകത്തോട്ടിട്ട ഒരു അപ്പീൽ വിധിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത് എന്നുള്ളത് സത്യമല്ലേ? അപ്പം അന്ന് ആദ്യത്തെ ഫസ്റ്റ് ട്രയൽ കോടതിയിലെ ആദ്യത്തെ വിധിയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. ഇതിനേക്കാൾ പറ്റിയൊരു വിധി വേറെ ഉണ്ടാകാനില്ല എന്നുള്ള നിലയിലേക്ക് മാറേണ്ടി വന്നില്ലേ? അപ്പീൽ കോടതി ആ ജഡ്ജി ഏതെങ്കിലും പക്ഷം പിടിച്ചിട്ടാണോ? ഏതെങ്കിലും രൂപത്തിൽ ഒരു കൂട്ടരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ? അവരുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ നിഷ്ഠൂരമായ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞപ്പോൾ പുറത്ത് കിടക്കുന്നവനും അകത്ത് തന്നെ പോകട്ടെ എന്ന് കോടതി തീരുമാനിക്കുകയുണ്ടായത്. എനിക്ക് മാർക്സിസ്റ്റ് സഹോദരൻ എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു ഭംഗിവാക്ക് എന്ന് കരുതിയാൽ മതി. ഞാൻ അവരോട് എനിക്ക് ഒരു വാക്കേ ചോദിക്കാനുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ മഴുത്തായ താഴെകിട്ടുന്ന മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലേ? ഇനിയെങ്കിലും ഇപ്പം ഈ അടുത്ത സമയത്ത് സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളുടെ തൊട്ടടുത്തല്ലേ? ആ കുട്ടി എന്താ തെറ്റ് ചെയ്തത്? ആ കുട്ടിക്ക് മെറിറ്റിൽ കിട്ടിയ അഡ്മിഷനാണ്. ആ അഡ്മിഷൻ കിട്ടി. ആ കുട്ടി കോളേജിൽ പോയി, കോളേജിൽ പഠിച്ചു. പക്ഷെ പ്രമാണിമാരായി അവിടുത്തെ മാടമ്പിമാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ തമ്പടിച്ചിരുന്ന പ്രമാണിമാർ അവരാ കുട്ടിയെ ഉന്നമിച്ചു. അവസാനം അവനെ ഒരു സ്ഥലത്ത് മുറിക്കകത്തിട്ട് ഇഞ്ചിഞ്ചായി അടിച്ചു കൊന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഇത് നിഷ്ഠൂരമല്ലേ? ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണ്ടേ? ഈ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി മാറി ചിന്തിക്കണം. പഴയതുപോലെ ഒരു ചിന്തയിലേക്ക് പോയാൽ വീണ്ടും 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 അക്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട്
നമ്മുടെ നാട്ടിലെ അക്രമ സ്വഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യപരമായ പാതയിലേക്ക് വരുന്നതിന് വേണ്ടിയും മാർക്സിസ്റ്റ് പാർട്ടി ഇനിയെങ്കിലും ഈ അവസാനത്തെ നിമിഷത്തിലെങ്കിലും ചിന്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാന്യ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുമാണ്. ഞാൻ പറഞ്ഞു വന്നത് അക്രമ രാഷ്ട്രീയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ അക്രമ രാഷ്ട്രീയത്തിന് അറുതി ഉണ്ടാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ അക്രമ രാഷ്ട്രീയത്തിന് തീ കൊളുത്തിക്കൊണ്ട് കൂടുതൽ കേരളത്തെ കത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ആളുകൾ, അവരെ ജനാധിപത്യപരമായി തന്നെ നമ്മൾ നേരിടേണ്ടി വരും. അവർക്കെതിരായി നമ്മുടെ കയ്യും കൈപ്പത്തിയും ഉയരണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിനുള്ള പരിശ്രമത്തിലേക്ക് പോകേണ്ടി വരും. ശ്രീ TP ചന്ദ്രശേഖരൻ കേസിനകത്ത് 2-3 പേരെ ആ കേസിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകളെ ഞാൻ സല്യൂട്ട് ചെയ്യാതെ പോയാൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളന്ന് ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിൻസെന്റ് പോൾ, കേരളം കണ്ടതിലെ ഏറ്റവും പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ, ശ്രീ വിൻസെന്റ് പോളിന്റെ നേതൃത്വത്തിൽ അനൂപ് കുരുവിളി അടക്കം, ഷൗക്കത്ത് അലി അടക്കം, നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് അടക്കം, ജോസി കുര്യൻ അടക്കം, അവരെല്ലാം ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായി പടപൊരുതി കൊണ്ടാണ് ഈ കൈ നിറയെ രക്തക്കറയുമായി നിന്നാളുകളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവരുടെ ജീവൻ പണയം വെച്ചാണ് പോയത്, അന്വേഷണം നടത്തിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. മുഴക്കോടി മലയെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാവുകയില്ല. കേരളത്തിലെ ആബാലവൃദ്ധം ആളുകൾക്കും അറിയാം എന്താ മുഴക്കോടി മലയ്ക്കുള്ള പ്രത്യേകത. എന്താ ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ടാണ്? അല്ല. മുഴക്കോടി മലയിലെ ഒരു മലയുടെ മേളിൽ ഒരു ഷെഡ് കെട്ടി അവിടെ ഈ കൊലയാളികൾ തമ്പടിച്ച് കിടന്നതാണ് യഥാർത്ഥത്തിൽ പ്രച്ഛന്ന വേഷധാരികളായ ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ മേളിൽ ചെന്ന് ഈ പ്രതികളെ കയ്യോടെ പിടിച്ച് കൂട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതാണോ? പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പാതിരാ നേരത്ത് അവിടെ പോകണമെന്ന് നിർബന്ധമെന്താ? അത് ഡ്യൂട്ടിക്കകത്തുള്ള ഭാഗമാണോ? അല്ല. അതിനേക്കാളപ്പുറത്ത് അവൻ്റെ മനസാക്ഷിയോടുള്ള ഒരു ചോദ്യമുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയം ഇനിയും നമുക്ക് കേരളത്തിൽ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അവരുടെ ജീവൻ പണയം വെച്ചാണ് ആ സ്ഥലത്ത് പോയത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? ഇന്നിപ്പോ മുഴക്കോടി മലയുടെ തൊട്ടു താഴെ ഒരു ക്ഷേത്രമുണ്ട്, ലോകപ്രസിദ്ധമാണ്. ആ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളുടെ DGP ജേക്കബ് പുന്നൂസ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തെക്കുറിച്ച് ലോകമൊട്ടാകെ ഇപ്പം അറിയുന്നതാണ്. അപ്പം TP ചന്ദ്രശേഖരൻ കേസ് അന്വേഷണത്തിനകത്ത് ഈ കൊലക്കേസ് മാത്രമല്ല, അതിൻ്റെ അനുബന്ധമായ ചില കഥകൾ കൂടി വരികയാണ്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. മുഴക്കോടി മലയുടെ തുടക്കത്തിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഓടിയെത്തുകയാണ്. നമുക്ക് ഈ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കണം. ആ ശ്രമം ഒരു ഭാഗത്ത് നടത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കൊലയാളികൾക്ക് അനുകൂലമായി അഭിപ്രായ പ്രകടനം നടത്തുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടെ മുഖ്യമന്ത്രി വന്ന യോഗത്തിൽ അവിടെ കറുത്ത കൊടി കാണിക്കാൻ പോയി. കറുത്ത കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതെന്റെ തൂക്കുകയറ് കൊണ്ട കൊടുക്കുക എന്നൊന്നും അല്ലല്ലോ. കറുത്ത കൊടി കാണിക്കുക എന്ന് പറയുന്നത് അവരുടെ പ്രതിഷേധത്തിന്റെ ഒരു അടയാളം മാത്രമല്ലേ, അടയാളപ്പെടുത്തലല്ലേ. ആ കറുത്ത കൊടി കാണിക്കാൻ പോകുന്ന കുട്ടികളെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ച് അവന്റെ തല തകർത്ത് ഹെൽമറ്റ് കൊണ്ട് അവനെ തല്ലി ജീവനില്ലാതാക്കാൻ ശ്രമിച്ച നിഷ്ഠൂരമായ പരിശ്രമം കേരള പോലീസിന്റെ കേരളത്തിലെ നീതിന്യായ വശത്ത് ആദ്യത്തെ അനുഭവമാണ്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഞാൻ കരുതി ഈ ചട്ടി കൊണ്ടടിച്ച് തല തകർത്ത് കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ 307 വകുപ്പനുസരിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞു എന്ന് കരുതിയപ്പോഴാണ് ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ജീവൻ രക്ഷാ നടപടിയാണ്, അതുകൊണ്ട് ജീവൻ രക്ഷാ നടപടിയായിട്ട് കാണുകയാണ്. ജീവൻ രക്ഷാ നടപടി എന്ന് മാത്രമല്ലല്ലോ, അവർക്കെല്ലാം ഈ അക്രമം കാണിച്ച പോലീസുകാർക്കെല്ലാം, പോലീസ് അന്നും പോലീസുണ്ട് ഇന്നും പോലീസുണ്ട്, പക്ഷേ അക്രമം കാണിച്ച ഈ പോലീസുകാർക്ക് ന്യൂ സർവീസ് എൻട്രിയാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കൂടി അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടുകയാണ്.
ന്യൂ സർവീസ് എൻട്രി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരുടെ കാലാവധി റിട്ടയർ ചെയ്യുന്നതിൻ്റെ 3 കൊല്ലക്കാലം കൂടി കൊടുക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള അക്രമികൾക്ക്, ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് സർവീസിൽ 3 കൊല്ലം കൂടി നീട്ടിക്കൊടുക്കുമെങ്കിൽ അതിനേക്കാൾ നിഷ്ഠൂരമായ കൊലപാതകം നടത്തുന്നവർക്ക് എത്ര വർഷമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നീട്ടിക്കൊടുക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ? ഈ സംസ്ഥാനം ഭരിക്കുന്നതാണ്. നമ്മുടെ നീതിബോധത്തോടു കൂടി പോകുന്ന ജനതയുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. ആ സത്യവാചകം ചൊല്ലിയ അതേ കെട്ടിടത്തിനകത്തു നിന്ന് തന്നെ ഇവർക്കെല്ലാം ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അപ്പോഴാർക്കാ പ്രശ്നം? യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറ്റക്കാർ ആരാണ് എന്ന് നിങ്ങൾക്കറിയണം. ഇതിൽ പല കേസുകളിലെയും പ്രതികളെ നമുക്ക് തെരഞ്ഞുപിടിക്കാൻ പറ്റും. കാരണം അവർക്കെതിരായി തെളിവുകളുണ്ട്. തെളിവുകളില്ലാതെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. ഞാൻ പച്ചയായി പറയുന്നു, അതിലൊന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം ഒരു നേരം സമാധാനപരമായി ഇരിക്കട്ടെ. അദ്ദേഹം ഈ അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കട്ടെ. അദ്ദേഹം നീതിബോധത്തോടുകൂടി നമ്മുടെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനിക്കട്ടെ. അന്ന് ഈ കേരളത്തിലെ അക്രമത്തിന് ഫുൾ സ്റ്റോപ്പ് വീടില്ലേ? അപ്പോ അധികാരത്തിലിരിക്കുന്നവരുടെ തണലിലാണ് ഈ അക്രമമെല്ലാം കാണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ സിദ്ധാർത്ഥനെ കുറിച്ചാണ്. ശ്രീ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് 3 ദിവസമായി അടിച്ച് പച്ചവെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ട് ആ കുട്ടിയെ തല്ലിക്കൊന്നതിന് ആർക്കെതിരെയാ നടപടി? അന്വേഷണം നടത്തിയില്ല. CBIക്ക് വിടാൻ അവസാനം തീരുമാനിച്ചു. CBIക്ക് വിടുന്നതിന് വേണ്ടി അവസാനം തീരുമാനിച്ചു. എന്തുകൊണ്ട്? ബഹുജന പ്രക്ഷോഭണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വാതിക്കൽ വന്ന് മുട്ടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും സ്വന്തം തടി തപ്പുന്നതിന് വേണ്ടി CBI എങ്കിൽ CBI എന്നുള്ള നിഗമനത്തോടുകൂടി ഇത് വിട്ടതാണ്. ശ്രീ TP ചന്ദ്രശേഖരന്റെ കേസിനകത്ത് ഫൈനാലിറ്റി വന്നു കഴിഞ്ഞാൽ CBIക്ക് പോകാൻ കഴിയില്ല. സ്വാഭാവികമായും താഴത്തെ കോടതി, ട്രയൽ കോടതി ഫൈനലായി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ അപ്പീൽ കൊടുക്കുക മാത്രമേ സാധ്യമാകൂ. ആ അപ്പീൽ കൊടുത്തു. അപ്പീൽ കോടതി എന്ത് ചെയ്തു? ഈ കേസ് റീഓപ്പൺ ചെയ്തു. എങ്ങനെയാ റീഓപ്പൺ ചെയ്തത്? അതിനകത്ത് വെറുതെ താഴത്തെ കോടതി വെറുതെ വിട്ട 2 ആളുകളെ അപ്പീൽ കോടതി ശിക്ഷിച്ചു. അവർക്കും ശിക്ഷാ നടപടി, അതിലേക്ക് ശിക്ഷയ്ക്ക് വിധേയരാകണം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇത് റീഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതി തീരുമാനിച്ചു എന്നാണ്. അത് ഒരിക്കൽ റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചാൽ വൈഡർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് സ്പെഷ്യൽ ജഡ്ജിയും ഇവിടെ ഹൈക്കോടതിയിലെ ജഡ്ജിയും ഒരുപോലെ പറഞ്ഞിട്ടുള്ളൊരു കേസ്. ഇനി അതിന്റെ ഏക പോംവഴി, വൈഡർ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏക പോംവഴി CBI അന്വേഷണം തന്നെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അതാണ് നിയമസംഹിത, അതാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ നിയമത്തിന്റെ വശത്തിലൂടെ മുന്നോട്ട് പോകണം. ഞാൻ ശ്രീമതി രമയെയും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വേണുവിനെയും RMPയിലെ സഹോദരന്മാരെയും നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒത്തിരി പ്രതിബന്ധങ്ങൾ വന്ന് അത് മറികടക്കാൻ നിവൃത്തിയില്ലാതെ നമ്മളിങ്ങനെ വട്ടം ചുറ്റി നിന്ന സന്ദർഭത്തിലും യഥാർത്ഥത്തിൽ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ തീരുമാനമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമതിയെ കണക്കാക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും നമുക്കിതിന് അവസാനമുണ്ടാക്കിയേ മതിയാകൂ. ഈ കൊലപാതകത്തിന്റെ പഴയ കെട്ട് വീണ്ടും ഇവിടെ അഴിക്കാൻ ഇടയാകരുത്. ഇഷ്ടമില്ലാത്തവരെ തട്ടിക്കളയുകയും ഇഷ്ടമുള്ളവന്റെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത സമ്പ്രദായം, ആ സമ്പ്രദായം കേരളത്തിൽ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ നമ്മൾ ഒത്തൊരുമിച്ച് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി നിരവധി നേതാക്കന്മാരുണ്ട്. ഒന്നിനൊന്നിന് മെച്ചമുള്ള മിടുമിടുക്കന്മാരാണ്. എത്ര മിടുക്കന്മാരായാലും ശ്രീ കൽപ്പറ്റയുടെ തൊട്ട് താഴെയുള്ളൂ ഞാനടക്കം എന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ പ്രമുഖരായ നേതാക്കന്മാർക്ക് ഇവിടെ സംസാരിക്കാനുണ്ട്.
അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയും. നമുക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അക്രമ രാഷ്ട്രീയം ഈ കേരളത്തിൽ വേണ്ട. ഇവിടെ കൊലക്കത്തി എടുത്തുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ആളുകളെ ഉന്മൂലനം ചെയ്യുന്ന തത്വശാസ്ത്രം ഏത് കൊടിക്കൂറയുടെ പേരിൽ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കേരള ജനതയുണ്ടാവില്ല എന്ന് പരസ്യ പ്രഖ്യാപനമായിരിക്കണം ഈ വടകരയിലെ ബഹുജനങ്ങൾ കൂടിയിട്ടുള്ള ഈ സദസ്സിന്റെ പൊതു തീരുമാനം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് വരട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകം നേരുന്നു. ഇന്ന് വിജയശ്രീലാളിതരായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് പോകണം. ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പോരാളിത്ത മനോഭാവം നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച സഹോദരന്മാരെയും ഇതിന്റെ പിന്നിലും മുന്നിലും നിന്ന സ്നേഹിതരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കൂട്ടായതിനും കൂടെ നിന്നതിനും നന്ദി പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങയുടെ പ്രൗഢഗംഭീരമായ സാന്നിധ്യം ഈ സംവേദന സായനത്തിന് മാറ്റുകൂട്ടുന്നു. നന്ദി, നമസ്കാരം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നാം ഏറെ കേൾക്കുന്ന ഒരു പേരാണ് പ്രൊഫസർ കുസുമം ജോസഫ്. അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെയും സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്ന ഇരകളുടെയും നാവായി കേരളത്തിന്റെ സാംസ്കാരിക സമരമണ്ഡലങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രിയങ്കരിയായ കുസുമം ജോസഫ് ഉണ്ട്. ഈ സംവാദ സായാഹ്നത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ പ്രൊഫസർ കുസുമം ജോസഫിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. സാധാരണ ഒരു പ്രഭാഷണത്തിൻ്റെ രീതി വേദിയിലും സദസ്സിലുമുള്ളവരെ എന്നാണ്. ഇവിടെ വേദിയില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ വേദിയും സദസ്സും ഒന്നായതിൻ്റെ ഒരാനന്ദം, അഭിമാനം പങ്കുവയ്ക്കട്ടെ. ഞാനൊരു കോൺഗ്രസ്സുകാരിയോ ആറമ്പിക്കാരിയോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രൂപങ്ങളിലൊന്നാണ് കെ രമ. ഞാൻ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ടി പി ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെ വളരെ നാട്ടുകാർക്ക് പ്രിയങ്കരനായ ആദർശധീരനായ ഒരു വ്യക്തി വടകരയിലുണ്ടായിരുന്നു എന്നറിയുന്നത്. അതിനു മുന്നേ കേട്ടതൊക്കെ ആർഎംപിയുടെ രൂപീകരണത്തെ പറ്റിയും ടി പി ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പറ്റിയുമൊക്കെയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് കെ രമ മനസ്സിലേക്ക് ചേക്കേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ രമയുടെ തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ രമയുടെ വീട്ടിൽ വന്ന് താമസിച്ച് ഞാൻ രമയോടൊപ്പം സഞ്ചരിച്ചത്. അവർ വിജയിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അത് അക്രമത്തിനെതിരെയുള്ള ഒരടയാളപ്പെടുത്തലാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അത് തന്നെയാണ് എനിക്കിവിടെയും പറയാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയുണ്ടെങ്കിൽ അത് സിദ്ധാർത്ഥൻ എന്ന യുവാവാണ്. 20 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ തീരാത്ത നോവാണ്, വിശേഷിച്ച് അമ്മമാരുടെ. നമ്മുടെ കേരളത്തിൽ സർവകലാശാലകളിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന്
ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ പെറ്റ മകനെ എന്ന നിലവിളി കേൾക്കുകയാണ്. ഈ മൃതദേഹം കൊണ്ടുപോകാൻ അമ്മമാർ വരേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അമ്മയുടെ മുന്നിലേക്ക് നമ്മൾ കോളേജുകളിൽ നിന്ന് മക്കളെ പെട്ടിയിലാക്കി അയക്കുകയാണ്. ഇതെന്തൊരു കേരളമാണ് എന്ന് നമ്മൾ ആലോചിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും വന്നത്, ഇത് പറയാനാണ്. ഇനി നമ്മൾ ആരെയും കൊല്ലരുത്. അത് കോൺഗ്രസ്സുകാർ ചെയ്യരുത്, അത് RMPക്കാർ ചെയ്യരുത്, അത് CPM ചെയ്യരുത്, അത് BJP ചെയ്യരുത്. അതോ ഏതെങ്കിലും ഒരു കൂട്ടർ ചെയ്യുമ്പോൾ മാത്രം കൊലപാതകമാകില്ല. ആര് ചെയ്താലും അത് വയലൻസ് തന്നെയാണ്, ആര് ചെയ്താലും അത് അക്രമം തന്നെയാണ്. അതുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു ഭാഷ സംസാരിക്കാൻ, സ്നേഹത്തിന്റെ ഭാഷയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് സാധിക്കണം. ഞാൻ മിനിഞ്ഞാന്ന് കുറേ അമ്മമാരെയും കൂട്ടി പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും നടത്താൻ പോയി. അവിടുത്തെ എല്ലാ പ്രതിഷേധങ്ങളും, രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ അവസാനിച്ചതിന് ശേഷം മാത്രം അവിടെ പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് അമ്മമാർ കാത്തിരിക്കുകയായിരുന്നു. അമ്മമാർക്കിത് താങ്ങാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെറ്റ വയറിന്റെ വേദന. ഇതൊരു എന്താ പറയണ്ട, ഇത്തരം കൊലപാതകങ്ങളെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് അതിനെ അങ്ങനെ വൈകാരികമായിട്ട് തന്നെയേ കാണാൻ സാധിക്കൂ. ഇതിന്റെ സൈദ്ധാന്തിക വശമോ ഇതിന്റെ ദാർശനിക വശമോ ഒന്നും അല്ല ഞങ്ങളെ സ്വാധീനിക്കുന്നത്. പെറ്റു വളർത്തിയ കുഞ്ഞിനെ, അത് എത്ര മുതിർന്നാലും, ആ സ്ത്രീ പറയുന്നത് എല്ലാ വൈകുന്നേരങ്ങളിലും, ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം, ഇപ്പൊ എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ്. എല്ലാ വൈകുന്നേരങ്ങളിലും വിദൂരത്തിൽ പഠിക്കാൻ പോയ ഒരു മകനുണ്ടെങ്കിൽ, വിദൂരത്തിലേക്ക് ജോലിക്ക് പോയ, തൊട്ടപ്പുറത്തെ ജില്ലയിലേക്കായാൽ പോലും ജോലിക്ക് പോയ ഒരു മകനോ മകളോ വൈകുന്നേരം അവരുടെ ഓർമ്മയിലേക്ക് വരും. അപ്പൊ തന്നെ വിളിക്കും, നിനക്ക് എന്തുണ്ട് വിശേഷം, ഭക്ഷണം കഴിച്ചോ, സുഖമല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. അത്തരം ഫോൺ കോളുകൾ പോലും അനുവദിക്കാതെ, ഫോൺ പോലും പിടിച്ചു വെച്ച് അമ്മയോട് അവൻ സുഖമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കള്ളം പറയുന്ന സുഹൃത്ത് ഈ കേരളത്തിൽ ഉണ്ടാകുന്നു, നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ക്യാമ്പസുകളിൽ 30 വർഷം കുട്ടികളെ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഏറ്റവും മഹത്തായ ബന്ധമായി പറയുന്നത്, രക്തബന്ധത്തെക്കാൾ ശക്തമായ ബന്ധമായി പറയുന്നത് സൗഹൃദമാണ്. അതുകൊണ്ടാണ് ദുര്യോധനനും കർണനും ഉണ്ടായത്. ദുര്യോധനെയും കർണനെയും ആവേശത്തോടെ പഠിപ്പിക്കാത്ത അധ്യാപകർ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപമാനിതനായ സുഹൃത്തിനെ അയാളുടെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ രാജ്യം പോലും കൊടുത്ത ഒരു യുവരാജാവാണ് ദുര്യോധനൻ. സ്നേഹത്തിന്റെ ഒരു മൂർത്തി രൂപമാണ് ദുര്യോധനൻ. നമ്മൾ പഠിക്കുന്നതൊക്കെ അല്ലേ ദുര്യോധനന്റെ തിന്മകളെ പറ്റിയാണ്. പക്ഷെ ദുര്യോധനന്റെ നന്മ ആ തിന്മയെ കടന്നു നിൽക്കുന്ന മഹത്തായ നന്മയാണ്. അതിനു പകരം കർണൻ ചെയ്യുന്നത്, സ്വന്തം അമ്മ വന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾ കഥകളിയിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും, ജീവന് സമനാം ദുര്യോധനനെ കർണൻ വെടിയണമെന്നോ, ഈ കർണൻ വെടിയണമെന്നോ എന്നാണ് അമ്മയോട് ചോദിക്കുന്നത്. അസാധ്യമാണ് എന്നാണ്. അമ്മയല്ല, ആര് വന്ന് വിളിച്ചാലും ദുര്യോധനനെ വിട്ടൊരു ജീവിതമില്ല എന്നാണ്. ദുര്യോധനന്റെ ഭാര്യയോട് കർണൻ പറയുന്നത്, നിങ്ങളുടെ ജീവന്റെ പാതിക്ക് വേണ്ടിയാണ് എന്റെ ജീവൻ മുഴുവൻ എന്ന്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവന്റെ പാതിക്ക് വേണ്ടിയാണ് എന്നാണ് ഭാര്യയോട് പറയുന്നതാണ്. ദുര്യോധനന്റെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ, അതാണ് സൗഹൃദം. അങ്ങനെ എത്രയോ സൗഹൃദത്തിന്റെ കഥകളുണ്ട്. ആ കഥകളെല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരിൽ, നമ്മുടെ ഒരു മതബോധ്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ, എന്തുമാവട്ടെ, ഒന്നിച്ചിരുന്ന് പഠിച്ച ഒരാളെ കൊലപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയാനകം തന്നെയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ക്യാമ്പസുകളിലെ കുട്ടികൾ വളർന്നെങ്കിൽ
അതിന് ആ ക്യാമ്പസ് മാത്രമല്ല കുറ്റം ചെയ്തത്. പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഇത് നടക്കുന്നത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. കേരളത്തിലെ ഒട്ടുമിക്കവാറും ക്യാമ്പസുകളിലും ഭയങ്കരമായ വയലൻസ് നടക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ കലോത്സവം നിർത്തിവെച്ചു. കലോത്സവം മറ്റൊരു സംഗതിയുള്ള വളരെ കുട്ടികൾ ആഹ്ലാദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിലബസിന് വെളിയിൽ അവർക്ക് ഒരുപാട് കലാപരിപാടികൾക്കുള്ള അവസരമുണ്ട്, സ്പോർട്സിനുള്ള അവസരമുണ്ട്. അവർക്ക് അവരുടെ ക്യാമ്പസിന് വെളിയിലുള്ള കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ NSSും NCCയും ഉണ്ട്. വളരെ മനോഹരമായ ഒരു സൊസൈറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്, ഈ ക്യാമ്പസിനുള്ളിൽ. അവിടെ നിന്ന് പുറത്തു വരുന്നവർ എല്ലാ തരത്തിലുമുള്ള എന്താ പറയേണ്ടത്, നന്മയും പൊതുപ്രവർത്തനവും ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രവർത്തനം വരെ പഠിച്ചിട്ടാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോ നമ്മളോട് ചേരുന്ന അമ്മമാരെല്ലാം പറയുന്നത് രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 18 വയസ്സായ വോട്ടവകാശമുള്ള വ്യക്തികൾ പക്ഷെ ക്യാമ്പസിൽ അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് അടിവരയിട്ട് പറയേണ്ട ഒരു സംഗതിയുണ്ട്. അതൊരിക്കലും അക്രമത്തിന് കാരണമാകാൻ പാടില്ല. സംഘടനാ പ്രവർത്തനം അക്രമത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ ആ സംഘടനയെ നിരോധിക്കാൻ, അതിന് കാരണക്കാരായ ഓരോ ക്യാമ്പസിലെയും വിദ്യാർത്ഥി നേതാക്കളെ ശിക്ഷിക്കാൻ, ആ സംഘടനയെ ബാൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഇനിയും ഇത് വർദ്ധിക്കുകയുള്ളൂ. പല കോളേജുകളിലും ഒരൊറ്റ സംഘടന മാത്രമേ ഉള്ളൂ. ഇവരെന്ത് ജനാധിപത്യമാണ് നാട്ടിൽ നടപ്പാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ജനാധിപത്യത്തിന്റെ അർത്ഥം എന്താണ്? വിയോജിക്കാനുള്ള അവസരം എന്നുകൂടിയാണ്. നമ്മൾ വിയോജിക്കാനുള്ള അവസരമില്ലാത്ത, തീർത്തും ഏകപക്ഷീയമായ, തീർത്തും എന്താ പറയേണ്ട ഭീകരമായ ഒരവസ്ഥയിലേക്ക് കോളേജുകളെയും സർവകലാശാലകളെയും കൊണ്ടുപോവുകയാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോയ സ്ഥിതിക്ക് നമ്മളിങ്ങനെ ഓരോ കൊലപാതകം ഉണ്ടാകുമ്പോഴും ഓരോ അക്രമം ഉണ്ടാകുമ്പോഴും അതിനെതിരെ പ്രതിഷേധിക്കുക മാത്രമല്ല, ഇതിനി ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ക്യാമ്പസുകൾക്ക് വെളിയിൽ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കൊലപാതകം എന്നാണ്. അതൊരു കേരളത്തിൽ കണ്ടുപിടിച്ച ഒരു പുതിയ വാക്കാണ്. രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ എന്താണ് രാഷ്ട്രീയ കൊലപാതകം? രാഷ്ട്രീയ കൊലപാതകം എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വാക്കാണ്. അത് തെറ്റായ പ്രവൃത്തിയിൽ നിന്നുണ്ടായ ഒരു വാക്കാണ്. ആ തെറ്റായ പ്രവൃത്തിയും ആ തെറ്റായ വാക്കും നമ്മൾ നമ്മുടെ ഭാഷയിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി തീർക്കേണ്ടതുണ്ട്. അതിന് TP ചന്ദ്രശേഖരന്റെ ആ വധത്തിന് നമ്മുടെ കോടതി കൊടുത്ത വിധി വളരെ നല്ലതാണ്. ഇപ്പോഴും ഇനിയും പല ആളുകളും ഇതിൽ പ്രതിയായി വരാനുണ്ട്. അവരെ കൂടി പ്രതികളാക്കുമെന്നും അവർ ശിക്ഷിക്കപ്പെടും എന്നും വിചാരിക്കുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിൽ ആ കുട്ടിയെ, ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയതിന് അയാളെ ശാരീരികമായി ഉപദ്രവിച്ചു. അതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് യേശു ക്രിസ്തു പോലും ഇത്ര ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം വളരെ കൃത്യമായി ഭക്ഷണമൊക്കെ കഴിച്ച്, അന്ത്യത്താഴമൊക്കെ കഴിച്ച് പോകുന്ന വഴിയിൽ സ്വന്തം സുഹൃത്ത്, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യൻ ഒറ്റിക്കൊടുക്കുകയും പിറ്റേന്ന് 3 മണിയോടുകൂടി കൊല്ലപ്പെടുകയും ചെയ്തു. അതിനൊരു സമാധാനമുണ്ട്. മാത്രമല്ല, അത് 33 വയസ്സായ സ്വന്തമായ അഭിപ്രായങ്ങളും ആദർശങ്ങളും പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണ്. ഇത് ഡോക്ടറാകാൻ, വെറ്റിനറി ഡോക്ടറാകാൻ പഠിക്കാൻ ചെന്ന അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. എല്ലാത്തരം കഴിവുകളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ മിനിഞ്ഞാന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി രജിസ്ട്രാറെ കണ്ടു. ഈ കുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റൽ കണ്ടു. അതിന് മുറി തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു. വേണ്ട, നമ്മൾ എന്തിനാണത് കാണുന്നത്? പക്ഷെ അതിൻ്റെ ഈ നടുത്തളം കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നിന്ന നിപ്പിൽ നിന്നു പോകും.
ആ നടുത്തളത്തിൽ കൊണ്ടുവന്ന് അടിവസ്ത്രം മാത്രം ഇന്നിപ്പോ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്, ഇതിലൊരു പ്രതി അവിടെ ഈ ഷട്ടിൽ കളിക്കാൻ വേണ്ടി 2 തൂണ് കുഴിച്ചിട്ടുണ്ട്. ആ തൂണിലാണ് ഇവനെ കെട്ടിയിട്ടിരുന്നത്. ആ തൂണിൽ പിടിച്ച് ചാടിയിട്ട് അവന്റെ മുഖത്തേക്ക് തൊഴിച്ചത്രേ. ആ തൊഴിയിൽ ഇവന്റെ കാലിന് അപകടം പറ്റിയിട്ട് ഈ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം ആശുപത്രിയിൽ പോയി ചികിത്സ തേടി എന്ന്. നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി പോവും. പറയാൻ പറ്റാത്ത വേദനയാണ്. 3 ദിവസം 20 വയസ്സായ ചെറുപ്പക്കാരനല്ലേ, 1000 വട്ടം വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മ എന്നെ ഒന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഫോൺ കിട്ടാത്തപ്പോ അമ്മയോ അച്ഛനോ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്, രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമായിരുന്നു എന്ന്. നമ്മുടെ നാട്ടിൽ ജനിച്ച, ഈ ലോകത്ത് ജനിച്ച ഒരു കുട്ടിക്കും ഇനി ഇതുണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു ജാഗ്രതയ്ക്കാണ് ഈ TP ചന്ദ്രശേഖരന്റെ വധവും അതിനെ തുടർന്നുള്ള നിയമ നടപടികളും നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഇനിയൊരാൾക്കും, ഇനിയൊരു യുവാവിനും, ഇനിയൊരു കുഞ്ഞിനും, ഇനിയൊരു മുതിർന്ന ആൾക്കും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ ജനാധിപത്യ വിരുദ്ധമായ അക്രമം നേരിടേണ്ടി വരരുത്. നമ്മൾ സ്നേഹത്തിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുകയും സ്നേഹത്തിന്റെ സംസ്കാരം പ്രവർത്തികളിൽ കാണിക്കുകയും ചെയ്യണം. അത് അല്ലാത്തൊരു രീതി ഇനി ഇവിടെ ഉണ്ടാകരുത്. അതിനാണ് TP ചന്ദ്രശേഖരന്റെ വധം. അദ്ദേഹത്തിന്റെ മാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം ഉറങ്ങാതെ കാത്തിരിക്കുന്നത് ഇവിടെ സമാധാനമുണ്ടാകാനാണ്, ഇനിയൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കാനാണ്. ഞാൻ നിർത്തുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് അക്രമം വേണ്ട, കൊലപാതകം വേണ്ട, വധവും വേണ്ട, സ്നേഹം മാത്രം മതി. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്കും പ്രചോദനങ്ങൾക്കും നന്ദി പ്രിയങ്കരിയായ പ്രൊഫസർ കുസുമം ജോസഫ്. ശേഷം കവിതയിൽ കരുത്തിന്റെ കണ്ണുകൾ സൂക്ഷിക്കുന്ന, വിപ്ലവത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് അപജയം സംഭവിച്ചപ്പോൾ ശക്തമായി പ്രതികരിക്കുന്ന പ്രിയ കവി KC ഉമേഷ് ബാബു, പ്രിയ കവി സുഹൃത്ത് നമ്മോട് സംവദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ കഴിഞ്ഞ കുറച്ച് സമയമായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അതിൽ പലരും പുലർത്തിയിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. വേറെ ഒരു കണ്ണൂരുകാരൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. TP ചന്ദ്രശേഖരൻ RMB എന്ന നിലയിലുള്ള ഈ വിമത പ്രസ്ഥാനം ആരംഭിച്ച ദിവസം മുതൽ ഞാനിവിടെയുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷവുമുണ്ട്. ഈ കാലത്തിനിടയിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട്. ചന്ദ്രശേഖരന്റെ മരണത്തെ പോലെ കേരളത്തെ പിടിച്ചു കുലുക്കിയ മറ്റൊരു കൊലപാതകം നമ്മുടെ ഓർമ്മയിലില്ല. പക്ഷേ അതിനുശേഷമാണ്, അടുത്ത കാലത്താണ് കാസർഗോഡ് പെരിയയിലെ കല്യോട്ട് വളരെ നീണ്ട ആസൂത്രണം നടത്തിയിട്ട് 2 കോൺഗ്രസ്സുകാരായ ചെറുപ്പക്കാരെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര ദിവസത്തെ ആസൂത്രണം, എത്ര വാഹനങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, എത്ര അക്രമി സംഘങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ കേസിൻ്റെ
അത് കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് പിന്നീട് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്തെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കല്യോട്ട ചെറുപ്പക്കാർക്ക് ഈ പറയുന്ന നീതി വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം ഞാൻ ഈ കൊലപാതകത്തിൻ്റെ ഈ പറയുന്ന കണ്ണൂരും കാസർഗോഡും ഒരു ജില്ലയായിരുന്ന കാലത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പെരിയയിലൊരു കൊലപാതകം ഉണ്ടായാലും അതിൽ നിന്ന് നേർക്കുനേരെ വിവരങ്ങൾ അന്വേഷിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് കല്യോട്ട് ഞാൻ ആദ്യം കേട്ടിരുന്ന അവിടെ കല്യോട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാദ്യസംഘം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാദ്യസംഘത്തിലെ ചെറുപ്പക്കാരാണോ ഇങ്ങനെ കൊല്ലപ്പെട്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനടുത്ത ദിവസം ഞാൻ അവിടെ പോവുകയും ആളുകളെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കേസിന് ഈ പറയുന്ന അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ദീർഘമായിട്ടുള്ള ആസൂത്രണം, അനവധിയായിട്ടുള്ള ശ്രമങ്ങൾ, അതിൽ തന്നെ എനിക്ക് നേരെ അറിയാവുന്നതിനെ തുടർന്നിട്ട് ചന്ദ്രശേഖരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയ അക്രമങ്ങളൊക്കെ എൻ്റെ ഒരു ദീർഘ പട്ടികയുണ്ട്. ഇതൊന്നും നമുക്ക് ഒരുപക്ഷെ ലോകത്തോട് പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്യാനാവാത്ത കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ ഈ നടുക്കത്തിന് ശേഷം ഇപ്പൊ നേരത്തെ പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ കൃത്യമായി കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കല്യോട്ട ചെറുപ്പക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഇത്രയേറെ ആസൂത്രണവും ഇത്രയധികം വാഹനങ്ങളും അവരുടെ നാട്ടുകാരും പരിസരത്തിലുള്ളവരുമായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഒരു പഴുതടച്ച ആസൂത്രണത്തിലൂടെയാണ് 2 ചെറുപ്പക്കാരെ വകവരുത്തിയത്. പിന്നീട് അതാണ് കോൺഗ്രസ്സുകാരെ കുറിച്ച് നേരത്തെ കൽപ്പറ്റ പറഞ്ഞ ഒരാശയത്തോട് എനിക്ക് യോജിപ്പാണ്. കോൺഗ്രസ്സുകാർക്ക് എന്തൊക്കെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വട്ടിയൂർക്കാവിൽ 2 ചെറുപ്പക്കാർ ഒരു തിരുവോണത്തിന്റെ തലേന്നാൾ കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊലപാതകം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കൊലപാതകം ആരാണ് നടത്തിയത്? വട്ടിയൂർക്കാവില് CPMന്റെ അനുഭാവികൾ എന്ന് പറയുന്ന 2 ഗാങ്ങുകൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് ഒരു വളരെ വൈകിയ സമയത്ത് ഒരു തിരുവോണത്തിന്റെ തലേന്ന് ഒരു ഉത്രാട രാത്രിയിൽ ഈ 2 കിലോമീറ്ററുകൾ അകലെയുള്ള 2 സംഘങ്ങൾ ഒരു പ്രത്യേക സമയത്ത് വളരെ അസമയത്ത് ഒരു സ്ഥലത്ത് എത്തപ്പെടുകയും ഏറ്റുമുട്ടലുണ്ടാകുകയും 2 പേർ കൊല്ലപ്പെടുകയും പിറ്റേന്ന് രാവിലെ മുതൽ എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോസ്റ്റർ പ്രചാരണം നടത്താൻ പാകത്തിലുള്ള കൊലപാതകത്തിന്റെ പിറകിലാരാണ് ഉണ്ടായിരുന്നത് എന്നൊരു അന്വേഷണം കോൺഗ്രസ്സുകാരത്തെ നടത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന വിവരങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങൾ അതാണ്. ഒരുപാട് കാലം ഇങ്ങനെ നടന്നതുകൊണ്ട് പല സ്ഥലത്തും പല ആളുകളും ഉണ്ട്. അതാണ് നമ്മൾ അതാണ് നേർക്കുനേരെ കിട്ടുന്ന വിവരങ്ങൾ പോലെയല്ല. ഈ സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ പറ്റും. അധികാരത്തിന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ പറ്റില്ല. പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷെ സാധാരണ മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകത്തിന് പിറകിൽ വേറെ ചിലതുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിനെ തുടർന്ന് അതിനടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഞാനുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധമുള്ളൊരു കോൺഗ്രസ് നേതാവിനെ വിളിച്ച് ഞാനത് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി കേട്ടിട്ടാണ് ഞാൻ അമ്പരന്ന്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് അത് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഇത്രയും ലാഘവത്വത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമായി നടക്കുന്നത്, അല്ലെങ്കിൽ CPM ഇതര രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് കേരളത്തിൽ നടക്കുന്നത് എന്നതിനൊരു പരിഹാരമുണ്ടാകാത്ത അവസാനത്തെ ദിവസം വരെയും കേരളം ഇങ്ങനെ തന്നെ തുടരുമെന്ന് എനിക്ക് വ്യക്തമാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നൊന്നും വെറുതെ പറഞ്ഞതല്ല. എന്താണ് കണ്ണൂരിൽ ഇപ്പോൾ കലോത്സവം പൂട്ടിയതിനെ കുറിച്ച് ടീച്ചർ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ കലോത്സവം പൂട്ടി, അതിൻ്റെ ഒരു രക്തസാക്ഷി ഉണ്ടായി കണ്ണൂർ നഗരത്തിൽ. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള പഴയ വലിയ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടുണ്ട്. എൻ്റെ സർവ്വ അടയാളങ്ങളുള്ള വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, ഈ പറയുന്ന ഒരു നൃത്താധ്യാപകൻ ആത്മഹത്യ ചെയ്തു കീടനാശിനി കഴിച്ചിട്ട്. അയാളെയാണ് കൈക്കൂലി വാങ്ങിച്ച കുറ്റത്തിന് ഇതേ SFIക്കാർ പൂട്ടിയിട്ട് മർദ്ദിച്ചിട്ട് പിന്നെ പോലീസുകാരെ ഏൽപ്പിച്ചു കൊടുത്തത്. കേരളം കൈകെട്ടി കണ്ടു നിൽക്കുകയാണ്. അയാളെക്കുറിച്ച് ഞാൻ ആരുടെ സർട്ടിഫിക്കറ്റും വാങ്ങിക്കുകയില്ല. കണ്ണൂരിലെ പ്രഗത്ഭയായ ഒരു നർത്തകി, ഈ നൃത്താധ്യാപകരുടെ ഒരു യൂണിയന്റെ നേതാവും സർവോപരി CPMകാരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഈ പൊതുസദസ്സിൽ. ഇന്നലെ കേരളത്തിലെ പത്രക്കാരോട് പറഞ്ഞ കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഈ മനുഷ്യൻ ഒരിക്കലും ഈ പറയുന്ന
കള്ളനോ കൈക്കൂലിക്കാരനോ അല്ല. ഇയാൾ നൃത്തത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്, അതിൻ്റെ പുറത്ത് കുടുംബം വരെ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് അയാൾ. അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. എന്നിട്ട് അയാളെ വാസ്തവത്തിൽ ആത്മഹത്യ ചെയ്യിച്ചു. കേരളം കൈകെട്ടി കണ്ടു നിൽക്കുകയാണ്. കേരളത്തിൽ എന്താ ഇല്ലാത്തത്? കേരളത്തിൽ അക്കാദമികളുണ്ട്, പല ജാതി അക്കാദമി, എല്ലാവരും ഉണ്ട്. ഒരു നൃത്താധ്യാപകൻ അയാളുടെ ഒരു ദുർബുദ്ധിക്ക് ഈ SFIക്കാർ നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മാർക്കിടാൻ പോയി എന്ന കുറ്റത്തിന് അയാളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. അയാളുടെ അമ്മ തനിച്ചായി. ആരോട് പറയും? കേരളത്തിലെ ഈ പറയുന്ന ആരോടാണ് പറയുക? ആരാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക? ഈ കേസ് എവിടെ എത്താനാണ്? ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ ഈ TP കേസിന്റെ കാര്യത്തിൽ അതും കൂടിയാണ് ഞാൻ പറയാൻ. ഇപ്പൊ TP കേസ് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളരെ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മനുഷ്യര്, സാധാരണ മനുഷ്യര്, അധികാരമില്ലാത്ത മനുഷ്യര്, ഈ അധികാരത്തിന്റെ ഒരു വിനിമയം കേരളത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിൻ്റെ ശാക്തികതയുടെ ഉള്ളടക്കം എന്താണ് എന്ന് അറിയാതിരിക്കുന്നതിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ അറിയാവുന്ന അനുസരിച്ച് കിറ്റക്സിന്റെ മുതലാളിയും കേരളത്തിലെ ഭരണ സംവിധാനമായിട്ട് ഘോരമായ ലഹളയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അയാൾ പ്രസംഗിക്കുന്നു, അയാൾക്കെതിരെ CPMകാർ പ്രസംഗിക്കുന്നു. പക്ഷെ അയാൾ 25 കോടി ഉറുപ്പിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അയാളെ വീട്ടു ചെലവിനായിരിക്കില്ലല്ലോ ഇത്. അതാണ് ഇത് ആർക്ക് കൊടുക്കാനായിരിക്കും? ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിയുടെ ഇലക്ട്രൽ ബോണ്ട് കിറ്റക്സിന്റെ മുതലാളി വാങ്ങിച്ചത് എന്നൊരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്നതല്ല പ്രധാന പ്രശ്നം. അതാണ് ഇപ്പൊ TP ചന്ദ്രശേഖരൻ കേസിലെ ആദ്യത്തെ പ്രോസിക്യൂട്ടർ നിയമിക്കപ്പെട്ട ദിവസം, ആ വാർത്ത വന്ന ദിവസം രാത്രി ഞാൻ കുമാരൻകുട്ടി വക്കീലിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തോട് ഞാനെന്താ സംസാരിച്ചത് എന്ന കാര്യമൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒട്ടും സുഖകരമല്ലാത്ത ചില സൂചനകളാണ് ഞാൻ കുമാരൻകുട്ടി വക്കീലുമായിട്ട് സംസാരിച്ചത്. അതിലെനിക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം കാര്യങ്ങളൊക്കെ ഇതാണ് ഈ അധികാരത്തിന്റെ ഒരു ഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ഈ അകത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ വളരെ വ്യക്തമാണ്. ഈ മാറാട് കോടതിയിൽ TP കേസിന് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കണം. ഈ പ്രോസിക്യൂട്ടർ അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിട്ടുള്ള CPMന്റെ ഇപ്പോഴത്തെ പരമാധികാരിയായിട്ടുള്ള പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ചുവന്ന കൊടി വാങ്ങിച്ചിട്ട് ആ പാർട്ടിയിൽ ചേർന്നു. അതാണ് ഉണ്ടായത്. ഇത് വാസ്തവത്തിൽ ഇത് നമ്മൾ കരുതുന്നത് പോലെയല്ല. നമ്മളൊക്കെ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? TP ചന്ദ്രശേഖരൻ കേസിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വിചാരണ കോടതിയിൽ വാദിച്ച പ്രോസിക്യൂട്ടറാണ്. ഈ നേരത്തെ പോയ മുൻ മന്ത്രിയുടെ മന്ത്രിസഭ വിശ്വസിച്ചിട്ട് കേസേൽപ്പിച്ച ആളാണ്. പക്ഷെ അയാളുടെ അകത്തെന്തായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയെക്കുറിച്ച് ഇപ്പോഴും പത്മജ വേണുഗോപാലൊക്കെ BJP ചേർന്നപ്പോഴാണ് ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലും ആയാറാം ഗയാറാം രാഷ്ട്രീയം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ഈ ആയാറാം ഗയാറാം എന്നൊക്കെ പറയുന്ന ഏർപ്പാടൊക്കെ ഈ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ ഒരുപാട് കാലമായി. അതും കൂടി ചേർന്നിട്ടാണ് കേരളത്തിലെ ഈ ഹിംസയുടെയും അക്രമത്തിന്റെയും അന്തരീക്ഷം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. അതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ നമ്മൾ ഉത്തരേന്ത്യയിൽ പോലും കാണാത്ത തരത്തിലുള്ള വിനിമയങ്ങളുടെ, അധോതല വിനിമയങ്ങളുടെയും അതിൻ്റെ മാധ്യസ്ഥങ്ങളുടെയും. പിണറായി വിജയൻ ഇന്നലെ 2 ദിവസം മുമ്പ് പത്രക്കാർക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊരു ആത്മവിശ്വാസമാണ് ആ മനുഷ്യന്. അതാണ് മോൾക്കെതിരായിട്ട് അന്വേഷണം അതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് അയാൾക്കറിയാം. ഒരു അന്വേഷണം നടക്കില്ലെന്നറിയാം. 2019 ഇൻകം ടാക്സുകാർ പിടിച്ച കേസാണ് സ്നേഹിതന്മാരെ. 2019 ഇൻകം ടാക്സുകാർ പിടിച്ച കേസ് 2024 പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ 2ാമത് അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ SFIക്കാർക്ക് കൈമാറി. അത് എനിക്കറിയില്ല. ജോർജിനെ പണ്ട് പരിചയം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ജോർജിന്റെ മകൻ ഷോൺ എന്തിനാണ് കോടതിയിൽ പോയിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. SFI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഷോണാണ് കോടതിയിൽ പോയത്. അതിൻ്റെ കാര്യം വേറെ അന്വേഷിക്കേണ്ടി വരും. എന്തിനാണ് ഷോണിന് ഈ ഒരു പ്രത്യേക ദിവസം ഇങ്ങനെ കേസ് കൊടുക്കണം എന്ന് തോന്നിയത്? അതിനെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഈ പറയുന്ന പ്രസംഗത്തിൽ പറയാൻ പറ്റാത്ത കാര്യമാണ്.
അപ്പോൾ ഷോൺ അങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോൾ ഉടനെ തന്നെ കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ SFIOക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിറ്റ്നാമിനെ ഇറക്കിയിട്ടാണ് SFIOക്ക് പോയി. പിണറായി വിജയൻ ഒരു പ്രശ്നമില്ല, ഏത് IOക്ക് പോയി കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്ന തരത്തിൽ. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയത്തിന്റെ ഒരു അധോലോകം ഈ കേരളത്തിൽ സ്ഥാപിതമായത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആകുലത കേരളത്തിൽ ഉയരാത്തിടത്തോളം കാലം ഇത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്, അവർ വളരെ സർവാദരണീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ പഴയ പരിചയക്കാരത്തെയും നാട്ടുകാരിയും പലതരത്തിലുള്ള ആളാണ്. പക്ഷേ കോവിഡ് കാലത്ത് 1500 കോടി ഉറുപ്പിയുടെ ഒരിടപാടിൽ വമ്പിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലുകൾ രേഖകൾ വെച്ചിട്ട് വാർത്ത ചെയ്തിട്ട് അതിനെതിരായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അതന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തെന്നാ. മുഖ്യമന്ത്രിക്ക് പാട്ടത്തിന് കൊടുത്താണോ സർ കേരളം? മുഖ്യമന്ത്രിക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്, അത് ശരിയായിരിക്കും. പക്ഷെ കേരളത്തിലെ സർവ്വകാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് പാട്ടത്തിന് കൊടുത്താണെന്നും അയാൾ പറഞ്ഞാൽ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരാളെ ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതുന്ന ആദർശത്തിന്റെ മൂർത്തിയായിട്ട് സ്വീകരിക്കാൻ മാത്രമുള്ള ബുദ്ധിശൂന്യത കേരളത്തിലെ സർവർക്കും ഉണ്ട്. അതാണ്, അത്രയേ വേണ്ടൂ. കേരളത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പപ്പണിയാണ്. അതാണ്, അതിന് മലയാളത്തിൽ ആത്മകഥ എഴുതിയാൽ ശരിയാവില്ല, ഇംഗ്ലീഷിൽ എഴുതണം. ഇംഗ്ലീഷിൽ ആത്മകഥ എഴുതാനാണെങ്കിൽ മലയാളത്തിൽ എഴുതുന്നതിന് പണിയില്ല, കാരണം ആളെ വേറെ കിട്ടും. അതാണ്, പൈസ കൊടുത്താൽ മതി. ഇത് ഞാൻ എല്ലാവർക്കുമായിട്ട് പറയുന്നതാണ്, ഒരു പ്രത്യേക ആളിന് വേണ്ടി പറയുന്നതല്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആത്മകഥ എഴുതി കിട്ടാൻ ഇംഗ്ലീഷിൽ ധാരാളം ആളുകളുണ്ട്. കാരണം അവരതൊരു തൊഴിലായിട്ട് കരുതുന്ന അവർക്ക് അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതൊരു തൊഴിലാണ്. പക്ഷെ ഈ പ്രശ്നമൊക്കെ നിൽക്കുകയാണ്. 1500 കോടി ഉറുപ്പിയുടെ പർച്ചേസിലെ എന്നുവെച്ചാൽ ഷെൽ കമ്പനികൾ വെച്ചിട്ട് പർച്ചേസ് നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. അതിന് ഈ ആളുകൾ, ഈ മന്ത്രിസഭ മറുപടി പറഞ്ഞിട്ടില്ല, പഴയ മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല, ആരും മറുപടി പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ച് അവരിപ്പോൾ അടുത്ത ദിവസം പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നത് അതേക്കുറിച്ച് മിണ്ടിയാൽ കേസ് കൊടുക്കുന്നതാണ്. സർ, കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് മോശം രാഷ്ട്രീയ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് പൊതുജീവിതത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ അധികാരം ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലോകത്തോട് വിശദീകരിക്കാൻ ഉണ്ടാകണം. അതിന് പകരം ഈ പറയുന്ന കാര്യം പുറത്തു പറയുന്ന ആളുകളുടെ പേരിൽ കേസ് കൊടുക്കുമെന്നാണെങ്കിൽ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ എക്കാലത്തോ പൊതുപ്രവർത്തനം നിർത്തിയിട്ട്, കാരണം ഞാൻ ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്തൊക്കെ ഞാൻ കേരളത്തിലെ ഈ സർക്കാർ സർവീസിലെ ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അതാണ്, നമ്മുടെ ഈ സ്ഥാനാർത്ഥിയൊന്നും കരുതുന്ന പോലെയല്ല. മനുഷ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾക്കാരും കൽപ്പിച്ചു തരുന്നതല്ല, നമ്മൾ എടുക്കുന്നതാണ്. അതാണ് വിജയമാഷ്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണി അങ്ങനെയാണ് വരിക. മാഷ് പറയാറുണ്ട്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരും കൽപ്പിച്ചു തരുന്നില്ല, നിങ്ങൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിൻ്റെ വരും വരായികളൊക്കെ അനുഭവിക്കാം എന്നുകൂടി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസറ്റ് ഓഫീസർ ആയിരിക്കുകയും ഈ പറയുന്ന പൊതുമാധ്യമങ്ങൾ മുഴുവൻ രാഷ്ട്രീയം ഉറക്കെ സംസാരിക്കുകയും ചെയ്യാൻ കഴിയും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ ഒക്കെ ആ നിലയിൽ കേരളം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് അവസ്ഥ. ഇതിൻ്റെ ഒരു അവസാന ഭാഗം പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ TP കേസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിലെ വിധിയെക്കുറിച്ചാണ്. ഹൈക്കോടതിയുടെ വിധിയും കൂടി വന്നതോടുകൂടി ഇക്കാര്യത്തിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളും വളരെ ആഹ്ലാദചിത്തരാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കേസ്, TP കേസ് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇപ്പോഴത്തെ ആ കേസ് ഫ്രെയിം ചെയ്ത ഒരു ഉള്ളടക്കമൊക്കെ വെച്ച് നോക്കിയാൽ വളരെ ആത്യന്തികമെന്ന് കരുതാവുന്ന ഒരു വിധി പ്രസ്താവത്തിലേക്ക് ആ കേസിനെ എത്തിക്കുന്നതിന് വേണ്ടി വർഷങ്ങളും രാപ്പകലും അധ്വാനിച്ച് നടത്തുന്ന ചിലരുണ്ട്. അതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം ഞാൻ പഴയ കാലത്തൊക്കെ നമ്മൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള, പിന്നീട് വന്നിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുള്ള ഈ ജഡ്ജിമാരൊക്കെ ആയി തീർന്നിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ന്യായാധിപന്മാർ പലരും വക്കീലുമാരായിട്ടാണ് തുടങ്ങിയത്. അവരുടെ എല്ലാം പേരുകൾ പലപ്പോഴും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക മാത്രമല്ല നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നങ്ങളായി തീർന്ന കേസുകളുടെയൊക്കെ
കോടതി മുറിയിലെ ഇടപെടലുകളിലൂടെ മാതൃകാപരമായ ശിക്ഷയും അല്ലെങ്കിൽ നീതിയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഈ പറയുന്ന വക്കീലന്മാർക്ക് എന്തു തരത്തിലാണോ സാമൂഹ്യമായ അംഗീകാരം നൽകേണ്ടത് അതേക്കുറിച്ചുള്ള ബോധം കേരളത്തിലെ പഴയ മാധ്യമ ലോകത്തിനുണ്ടായിരുന്നു, പത്രലോകത്തിനുണ്ടായിരുന്നു. നിങ്ങൾ ഈ TP കേസിന്റെ വിധി ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുക ഒരൊറ്റ മനുഷ്യനോടാണ് കേരളം കടപ്പെട്ടിരിക്കുന്നത്. അത് കോഴിക്കോട് ബാറിലെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തായിരിക്കും അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ സംഘവും നടത്തിയ വർഷങ്ങൾ നീണ്ടുവന്ന വിട്ടുവീഴ്ചയില്ലാത്ത അധ്വാനവും ഒരുപക്ഷെ നിയമയുദ്ധവുമാണ് TP കേസിനെ ഈ സ്ഥലത്തെത്തിച്ചത്. പക്ഷേ ഇങ്ങനെയൊരു യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത, പതിറ്റാണ്ടിലധികം നേതൃത്വം കൊടുത്ത ഈ പറയുന്ന ഒരു അഭിഭാഷകനോട് കേരളം കാണിക്കേണ്ട മിനിമം ആദരം നൽകുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന കാര്യം നമ്മൾ കാണണം. TP കേസിന്റെ വിധിയെക്കുറിച്ച് രാവു പകൽ ഈ പറയുന്ന ആഘോഷിച്ച് നടന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ആരാണ് ഈ തരത്തിൽ അപ്പീൽ കോടതിയിൽ കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ ഇരട്ടിയാക്കുക മാത്രമല്ല, വെറുതെ വിട്ട ചില ഗൂഢാലോചന കേസിലെ പ്രതികൾ കൂടി ജീവപര്യന്തം തടവിലേക്ക് എത്തുന്ന തരത്തിൽ ഒരു കോടതി മുറിയെ ഒരു നിയമയുദ്ധത്തിന്റെ വേദിയാക്കി തീർത്ത ഒരു അഭിഭാഷകന് നൽകേണ്ട, അദ്ദേഹം നമ്മുടെയൊക്കെ സുഹൃത്തായിരിക്കും, TP ചന്ദ്രശേഖരന്റെ സുഹൃത്തായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു മനുഷ്യന് നൽകേണ്ട ആദരമെന്നുള്ളത് ഒരു ജനതയുടെ ബാധ്യതയാണ്. എന്നിട്ട് വേണമല്ലോ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ പറയാൻ. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ്. ഇപ്പൊ കുമാരൻകുട്ടി വക്കീൽ എൻ്റെ സുഹൃത്താണ്, എനിക്ക് പതിറ്റാണ്ടുകളായിട്ട് വ്യക്തിബന്ധമുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പൊതുജീവിതം എല്ലാ കാര്യവും അറിയുന്ന ഒരാളാണ്. പക്ഷെ അത് ഈ കാര്യം പറയുന്നതിന് എന്നെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഈ പറയുന്ന ഇത്രയേറെ തകർന്നിരിക്കുന്ന, അതാണ് മാർക്കിടാൻ പോയ കുട്ടികളുടെ കലോത്സവത്തിൽ മാർക്കിടാൻ പോകുന്ന ആള് പെട്ടിയിലടച്ച് ശവമായി മടങ്ങി വരുന്ന തരത്തിൽ നിർദ്ദയവും ജനാധിപത്യ വിരുദ്ധവും പാപപങ്കിലവുമായി തീർന്നിട്ടുള്ള ഒരു കേരളത്തിൽ ഒരുപക്ഷെ നീതിയുടെ ചില വെള്ളി വെളിച്ചങ്ങൾ എന്ന് പഴയ ഭാഷയിൽ പറയുന്ന തരത്തിൽ ഉണ്ടാക്കുന്ന മനുഷ്യരുടെ കഠിനമായ അധ്വാനം മാത്രമല്ല, അതിൻ്റെ ഒരു മാതൃകയെ അംഗീകരിക്കാൻ പോലുള്ള സന്നദ്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട്. വളരെ സില്ലിയാണെന്ന് തോന്നുന്ന, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആൾ ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നു പോകും. പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ? ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പറായിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല. പഴയ കാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പൊ EMSനോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാൻ അതിനെ കാണുക. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ അത് ചോദിച്ചപ്പോൾ EMS അദ്ദേഹത്തിന്റെ തർക്കുത്തരം പറഞ്ഞു, സംസാരിക്കുമ്പോൾ വിൽക്കാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം, പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ. അയാളെ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ്? നമ്മുടെ പത്രക്കാരെ. പഴയ പത്രത്തിലെ കുലപതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല, ഈ പറയുന്ന എൻ്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും. കാരണം അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ? അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം. വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാവരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ, കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല. മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല.
ഹിറ്റ്ലറുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്ത ഒരു CPM ഉണ്ടായി വന്നു. അത് വാസ്തവത്തിൽ അതിൻ്റെ ദീർഘപ്രക്രിയയൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതോ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഈ പിണറായി വിജയനെ എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല. എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ 1989 ശേഷമാണ്. 1989 മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് 89 ഡിസംബറിലോ എന്നാൽ 90 മാത്രമേ വരുള്ളൂ. ഇത്രയും കൊല്ലം കൊണ്ട്. അതാണ്. നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാർ തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയറായിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം, ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറിത്തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട കൊട്ടി നടന്നിരുന്ന 2 ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല. ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടക്കുകയില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട്. അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്ന ആളുകൾ പറയാൻ ഇപ്പോഴീ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്. അതാണ് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് ഇന്നീ പറയുന്ന വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, ഇന്ന് ഈ കൊലയാളികളുടെ കൂട്ടമായി തീർന്നിട്ടുള്ള, ഗാങ്സ്റ്റേഴ്സായി തീർന്നിട്ടുള്ള ഒരു സംഘടനയും അതിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ട്. അതിന് അങ്ങനെയല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. നേരിട്ട് അനുഭവം അതാണ്. ഞാനൊരു അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു. അടിയന്തരാവസ്ഥയിൽ ഒരു കോളേജിൽ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ച് തോറ്റ ഒരാളാണ്. അന്നത്തെ ഈ കോളേജിലെ കമ്മ്യൂണിസം ഇതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയുമെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം അന്നത്തെ കോളേജിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യപ്പറ്റിൻ്റെ ഏർപ്പാടായിരുന്നു എന്ന കാര്യം അതിൻ്റെ നടുവിലുണ്ടായിരുന്ന ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അന്ന് ആളുകളെ തല്ലി ഒതുക്കാനോ ഇടിമുറി ഉണ്ടാക്കാനോ പോയിട്ട് കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നല്ലാത്ത ഒരാശയവും ഈ സംഘടനക്കൊന്നും മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് കമ്മ്യൂണിസത്തിന്റെ തീർച്ചയായിട്ടും കമ്മ്യൂണിസം ഇടിമുറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊലയറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വേച്ഛാധികാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ഈ ചെഷസ്കിയ ഉണ്ടാക്കിയിട്ടുണ്ട്, റുമാനിയ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസവും ലോകത്തുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ കേരളം കമ്മ്യൂണിസം കൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ആധിപത്യം കൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി തീർന്നൊരു സമൂഹമോ സമുദായമോ അല്ല കേരളം. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, അതാണ് നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞ ആ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. തിരുവഞ്ചൂർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എനിക്ക് അവിടുത്തെ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാർ, നിങ്ങൾ കണ്ണൂരിനെ കുറിച്ച് എന്ത് ധരിച്ചാലും പിണറായി വിജയന്റെ ജൈത്രയാത്ര, ഈ ഒരു ബസ്സിനകത്ത് ഇരുന്നിട്ടുള്ള മന്ത്രിസഭയുടെ മൊത്തം സഞ്ചാരം കണ്ണൂരിൽ പഴയങ്ങാടിയിൽ എത്തുന്നത് വരെ ഒരവസരവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും സമ്മതിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിൽ എത്തിയപ്പോഴാണ് എനിക്കറിയാവുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ, മഹിത മോഹൻ, സന്ദീപ് തുടങ്ങിയിട്ടുള്ള എനിക്കറിയാവുന്ന, അവരൊക്കെ അറിയാവുന്നതാണ്, കണ്ണൂരിലെ ചെറുപ്പക്കാരായ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്നുള്ള അറിയുന്ന
ഈ കുട്ടികൾ ചാടി വീണിട്ട് ഒരു കരിങ്കൊടി കാണിച്ചപ്പോഴാണ് പിണറായി വിജയന്റെ ഈ പറയുന്ന അശ്വമേധത്തിനോട് പ്രതിഷേധം സാധ്യമാണ് എന്നൊരു കാര്യവും കണ്ണൂരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്ന് അവരെ മർദ്ദിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യം എല്ലാവരും പറയുന്നുണ്ട്, രക്ഷാപ്രവർത്തനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ മനോരോഗത്തിൻ്റെ പ്രശ്നവും കൂടി ഉള്ളടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന്, ഒരു മനോരോഗിക്കല്ലാതെ ഹൃദയശൂന്യത മുഖമുദ്രയായിട്ടുള്ള ആൾ മാത്രമല്ല, ഹൃദയശൂന്യതയെ ആന്തരവൽക്കരിച്ചിട്ടുള്ള ഒരാൾക്കല്ലാതെ മനുഷ്യനെ ക്രൂരമായി ആക്രമിക്കുന്നത് രക്ഷാപ്രവർത്തനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഈ മനുഷ്യനെ കയറ്റി വെച്ചത് കേരളമാണ്. അത് CPM എന്ന് പറയുന്ന പാർട്ടിയല്ല. ഇപ്പം നിങ്ങൾ നോക്ക്, കേരളത്തിലെ എത്ര മതസംഘടനകളുണ്ട് പിണറായി വിജയന്റെ വിപ്പ് അംഗീകരിക്കുന്ന ആളുകളായിട്ട്. ആരാണ് ഈ മതസംഘടനകളെ മുഴുവൻ പിണറായി വിജയനെ ഏൽപ്പിച്ചു കൊടുത്തത്? എന്താണ് പിണറായി വിജയന്റെ എന്താണ് ഈ പിണറായി വിജയന്റെ പ്രാഗൽഭ്യം? ഈ മതസംഘടനകളൊക്കെ അയാളുടെ മുമ്പിൽ പോയി മുട്ടുകുത്താൻ എന്താണ് അയാൾ ചെയ്തിട്ടുള്ളത്? അയാളുടെ മൊത്തം രാഷ്ട്രീയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാനുള്ളത്? നിങ്ങളൊരു EK നായനാർ പറയുന്ന ഒരു EK നായനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പുറകിൽ വളരെ നിസ്വാർത്ഥവും ത്യാഗനിർഭരവുമായിട്ടുള്ള ദീർഘകാല പൊതുജീവിതമുണ്ട്. വിജയന്റെ പൊതുജീവിതം എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? വിജയന്റെ പൊതുജീവിതം എന്താണ്? അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, തീർച്ചയായിട്ടും ഈ വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്ന അവസാന ദിവസം വരെ ഈ TP ചന്ദ്രശേഖരന്റെ രക്തത്തിൽ നിന്ന് കേരളം എന്തെങ്കിലും പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ തെളിവാണ് ഈ പറയുന്ന 2 ദിവസം മുമ്പ് കണ്ണൂരിലുണ്ടായ ഷാജി എന്ന് പറയുന്ന നൃത്താധ്യാപകന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ്റെയും വിപ്പിന് വഴങ്ങേണ്ടതില്ല എന്നും ജനാധിപത്യം ആ ഉള്ളടക്കത്തിൽ വികസിക്കാനും ഇപ്പോൾ നേരത്തെ കൽപ്പറ്റയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്താണ്, ഈ നമ്മുടെ സാഹിത്യ നായകന്മാർ മുഴുവൻ, ഇപ്പോൾ മുകുന്ദൻ എത്ര വയസ്സുള്ള ആളാണ്, വിജയനേക്കാൾ വയസ്സുള്ള ആളാണ് മുകുന്ദൻ. പക്ഷേ മുകുന്ദനും ഈ ആത്മകഥാപരമായ കുറിപ്പുകൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു കീറാമുട്ടിയായിട്ട് പിണറായി വിജയനെ കൊണ്ടുവരുന്നത്. എനിക്കറിയില്ല, വേറെ ആരുടെയെങ്കിലും അച്യുതാനന്ദൻ അല്ലെങ്കിൽ വേറെ ആരുടെയും പേര് പറയും, എനിക്കറിയില്ല. എന്താണ് ഇയാളുടെ പശ്ചാത്തലം? എന്തിൻ്റെ പേരിലാണ് ഇയാൾക്ക് ഇങ്ങനെ കേരളത്തിൻ്റെ പുറത്തൊരു വിപ്പധികാരം ലഭിക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എങ്ങനെയൊക്കെയോ വലിയ തോതിൽ ഫാസിസവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അതിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി വരേണ്ട കാര്യമൊന്നുമില്ല, ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഈ നിശബ്ദതയെ ഭേദിക്കുന്നൊരു സാന്നിധ്യമായിട്ടാണ് ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം ഉണ്ടായത്. പക്ഷെ അതുപോലും വാസ്തവത്തിൽ വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെന്താണ് ലഭിച്ചത് എന്ന കാര്യം ഞാൻ മുഴുവനായി ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പുറത്ത് നീതിയുടെ ഒരു കിരണം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള, അക്ഷീണമായി പതിറ്റാണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണത്തെ, അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെ ആദരിച്ചുകൊണ്ട്, വാസ്തവത്തിൽ നിങ്ങൾ P. കുമാരൻകുട്ടി എന്ന വക്കീലിനോടുള്ള ഒരു ആദരസൂചകമായ എഴുന്നേറ്റു എന്ന് കൈയടിക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ കേരളത്തോട് പറയാം. അതെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമരവും സാധ്യമല്ലാതെ വരും. അപ്പം അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട്, നേരത്തെ കൽപ്പറ്റ പറഞ്ഞ ഒരു ആശയം വളരെ കൃത്യമാണ്. ചന്ദ്രശേഖരനെ കൊല്ലുക അസാധ്യമാണ്. മരണമില്ലാത്തൊരു സാന്നിധ്യമായി കേരളത്തിൽ ഒരു യഥാർത്ഥമായ ജനാധിപത്യം പുലരുന്ന ദിവസം വരെയും ചന്ദ്രശേഖരൻ കാത്തു നിൽക്കും, അല്ലെങ്കിൽ കാവൽ നിൽക്കും എന്നുള്ളൊരു ആശയം കൂടി നിങ്ങളുമായി പങ്കിട്ടുകൂടി അവസാനിപ്പിക്കും. നല്ല വാക്കുകൾക്കും സ്നേഹ സാന്നിധ്യത്തിനും നന്ദി പ്രിയങ്കനായ കവി ഉമേഷ് ബാബു. അടുത്തതായി സംവാദ സായാഹ്നം തികച്ചും വ്യത്യസ്തമായ, ഒപ്പം അഭിമാന നിർഭരമായ ഒരു രംഗത്തിലേക്ക് കടക്കുകയാണ്. TP കേസിന്റെ നാൾവഴികളിൽ ഒരുപക്ഷെ ആശയും നിരാശയും പ്രതീക്ഷാഭംഗങ്ങളും മാറി മാറി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇന്നിപ്പോൾ ജനാധിപത്യ കേരളം അഭിമാനപൂരിതമാണ്. അഭിമാന നിർഭരമായ ഈ നിമിഷങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി സാറിനോടാണ്. അദ്ദേഹത്തെ അനുമോദിക്കാൻ കൂടിയാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്.
സഹർഷം സവിനയം പ്രിയങ്കനായ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് TPയുടെ സ്നേഹത്തിന്റെ പേരിൽ ഉപഹാരം സമർപ്പിക്കുന്നത് RMB ജില്ലാ ചെയർമാൻ, ഈ കേസിന്റെ നാൾവഴികളിലെ പ്രഗത്ഭ നേതൃത്വം NB ഭാസ്കരനാണ്. ഭാസ്കരൻ മാഷയും സവിനയം ക്ഷണിക്കുന്നു. അറുകൊലയുടെ ഘോരമായ രക്തക്കറ പുരണ്ടവർക്ക് 2013 ദിവസങ്ങളിൽ പരോൾ അനുവദിച്ച ഗവൺമെന്റിന്റെ ക്രൂരമായ ചെയ്തികൾക്ക് 20 വർഷത്തേക്ക് പരോൾ പോലും അനുവദിക്കില്ല എന്ന് നീതിവാക്കുകൊണ്ട് അധികാരം ചെയ്ത പ്രിയങ്കനായ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിക്ക് രക്താഭിവാദനങ്ങൾ. കേരളത്തിന്റെ നീതിപീഠം പ്രിയപ്പെട്ടവർക്കും പാവങ്ങൾക്കും ന്യായമുള്ള എല്ലാവർക്കും എന്നും കരകതമാണെന്ന സാക്ഷ്യപത്രമാണ് അഡ്വക്കേറ്റ് കുമാരൻകുട്ടി. സ്നേഹം, ആദരം, പ്രിയം, അഭിനന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇനി എന്ത് ഞാൻ പറയണം എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. എന്നാൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നേരത്തെ സഖാവ് ഉമേഷ് ബാബു പ്രത്യേകിച്ചും ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അത് കേരളം കാണിക്കേണ്ടുന്ന മര്യാദ കാണിച്ചില്ല എന്നൊക്കെയുള്ളൊരു ആക്ഷേപം അദ്ദേഹം പറയണ്ടായി. എനിക്ക് എന്തിനെ ചൊല്ലിയാണോ അത്തരമൊരു ആദരം കിട്ടിയില്ല എന്ന് സഖാവ് വിലപിച്ചത് അല്ലെങ്കിൽ പ്രതിഷേധിച്ചത്, അതിനേക്കാളൊക്കെ വലിയ ഒരു ആദരം എനിക്ക് നിങ്ങളിവിടെ തന്നിരിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു. അതിലും വലിയതായിട്ടൊന്നും പ്രതീക്ഷിക്കാത്തവനുമാണ് ഞാൻ. രാജാവിൽ നിന്ന് വീരശൃംഖലയും പട്ടും വളയും ഒന്നും ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു. അതിന് തേടേണ്ടുന്ന വഴികൾ കണ്ടിട്ടില്ലാത്ത ആളല്ല ഞാൻ. അങ്ങനെ പലരും ആ വഴിക്ക് പോയിട്ടുള്ളത് അറിഞ്ഞിട്ടില്ലാത്ത ആളുമല്ല. ആ വഴികൾ എനിക്ക് ചേർന്നതല്ലെന്നും അത് എൻ്റെ വഴിയല്ലെന്നും എൻ്റെ ബോധ്യത്തിനും എൻ്റെ സംസ്കാരത്തിനും ചേർന്നതല്ല എന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞിട്ടുള്ള പാത, അതാണ് എൻ്റെ വഴി എന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു കുണ്ഠിതവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ചെയ്ത കാര്യങ്ങളിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഇന്നേ വരെ പശ്ചാത്തപിച്ചേക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. മറ്റുള്ളവർ അത്ഭുതം പ്രകടിപ്പിച്ച, ശരിയല്ലെന്ന് പറഞ്ഞ പല തീരുമാനങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിലും എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരിക്കൽ തന്നെയും ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് പശ്ചാത്താപമില്ല എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്ന വഴിയെ സംബന്ധിച്ച്, അതിലെനിക്കുണ്ടാവുന്ന ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതുമാത്രവുമല്ല, വളരെയേറെ മനസ്സമാധാനവുമുണ്ട്. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ വളരെ ഗൗരവമുള്ള ഒന്നാണ്. TP കേസിൽ വിധിയുണ്ടായി എന്ന് എല്ലാവരും ആശ്വസിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിക്കുമ്പോൾ, അത്തരമൊരു വിധി ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയും കൂടിയാണിത്. ഇതൊരു സൂചനയാണ് എന്ന് എല്ലാവരും പറയുന്നു. അത് സൂചന മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു പ്രഖ്യാപനവും കൂടിയാണ് കോടതി വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു രണ്ട് തരം മുഖമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതിൽ ഞാൻ തന്നെ എന്നെ പരിമിതപ്പെടുത്തുകയാണ്.
കാരണം ഇവിടെ നിങ്ങൾ ഈ ആദരം തന്നിട്ടുള്ളത് ഒരു പക്ഷേ വക്കീൽ എന്നുള്ള നിലക്ക് വാദിച്ചതിനുള്ള ആദരമാണോ, അതല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, സഖാവ് എന്നുള്ള നിലക്ക് അതിനുള്ള അംഗീകാരമാണോ? ഇത് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടി പണഞ്ഞതായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം കോടതിയിൽ ഇതിൻ്റെ വാദങ്ങൾ പറയുന്ന നേരത്തും അത് മുഴുവൻ ഞാൻ പറയുന്നത് ഒരു മര്യാദയല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ പറയരുതല്ലോ, ഞാൻ അവിടെ അങ്ങനെ ചെയ്തു കളഞ്ഞു ഇങ്ങനെ, അതല്ല എൻ്റെ ഉദ്ദേശം. ഒറ്റ കാര്യം പറയാനാണ്. അതിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു ആക്ഷേപം, അത് വലിയ ആക്ഷേപമല്ല, എന്നാലും ഒരു അലോസരപ്പെടുത്തലും കളിയാക്കലും ഒക്കെ കൂടി അങ്ങനെയുണ്ട്. ഞങ്ങളൊരു കൂട്ടരൊന്ന് പറയുന്ന നേരത്ത് അപ്പുറത്തുനിന്ന് നമ്മളെ മറ്റേ ആ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്താണ് എന്നാഞ്ഞി പോയി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞേ, അതിൽ നമ്മൾ ഷുക്കൂർ വക്കീൽ ഇടയ്ക്കിടയ്ക്ക് പറയും കഥാപാത്രം എൻ്റെ ഫ്ലോ പോക്കല്ലേ എന്ന്. അങ്ങനെ വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കും, വക്കീലിൻ്റെ ഫ്ലോ പോക്കാൻ വേണ്ടി ഇപ്പുറത്തുനിന്ന് ചില ഇങ്ങനെ ഒരു സ്വൈരം കെടുത്തലുണ്ട്. ആ മാതിരി പലപ്പോഴും കേട്ടിട്ടുള്ളതിൽ അതിത്തിരി ഇൻസൾട്ടിങ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാവുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ വക്കീൽ തെളിവിനെ പറ്റിയല്ല പറയുന്നത്, സ്വന്തമായിട്ട് വേറെ അഭിപ്രായങ്ങളുണ്ടാവാം, അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം, അത് അവിടെയാണ് പറയേണ്ടത്, അതിവിടെ പറയേണ്ടല്ല എന്ന് പറയുന്ന, അത് എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ കഥ പറയുകയാണ്, ഇതൊന്നും വസ്തുതയല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ ഒരുപാട് കഥകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. ആ കഥകൾ എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷേ കോടതിയിൽ വന്നിട്ടുള്ള സാക്ഷികളുടെയും അതുപോലെ തന്നെ അവരുടെ മൊഴിയും പോലീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ രേഖകളുടെയും അകത്ത് നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കുറേ കഥകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. ആ കഥകൾ വെറും കഥകളായിരുന്നില്ല, അത് വസ്തുതകളായിരുന്നു, കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രമായിരുന്നു. ആ കഥയും ചരിത്രവും ഇല്ലാതെ കണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ അതിൻ്റെ തെളിവുകളെ വിശകലനം ചെയ്യാൻ ഒരു നീതിപീഠത്തിന് സാധിക്കില്ല എന്നായിരുന്നു അതിലെ പ്രോസിക്യൂട്ടറുടെ വാദം. അതുകൊണ്ട് ഒരുപാട് കഥ പറഞ്ഞു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി പറയേണ്ടി വന്നു. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് പറയേണ്ടി വന്നു. ഇതൊക്കെ രാഷ്ട്രീയമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതും കൂടി കേട്ടാൽ മാത്രമേ എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ എന്നുള്ള ആ പ്രശ്നത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 64-ലെ പിളർപ്പ് പറഞ്ഞു. അതിനു മുമ്പ് ഒഞ്ചിയത്തെ വെടിവെപ്പിനെ പറ്റി പറഞ്ഞു. എങ്ങനെ ഒഞ്ചിയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രമായി, അവരുടെ കണ്ണിലൊരു മക്ക പോലെയുള്ളൊരു സ്ഥലമായി മാറി. അതിൽ ഓരോരുത്തൻ്റെയും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി CPM-ഉം CPI-യും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ആ പാർട്ടി വീണ്ടും വളർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥിതികൾ, ഇതൊക്കെ കഥയാണെങ്കിൽ കഥ, ചരിത്രമാണെങ്കിൽ ചരിത്രം, വസ്തുതയാണെങ്കിൽ വസ്തുത. ഒന്നും വായുവിലുണ്ടായിരുന്നതല്ല, മറിച്ച് അതിനൊക്കെ അടിസ്ഥാനമുള്ള ഒരുപാട് വസ്തുതകളുണ്ടായിരുന്നു. ആ വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കഥ പറഞ്ഞു. ആ കഥ കേൾക്കേണ്ടവർ കേട്ടു. അത് വെറും പഴങ്കഥയോ കടങ്കഥയോ അല്ല, അത് യഥാർത്ഥ കഥയാണ് എന്ന് ചിന്തിക്കാൻ കോടതിക്ക് സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ കേസിലെ തെളിവുകൾ മുഴുവൻ വിശകലനം ചെയ്യാനെന്നുള്ള ആ അഭ്യർത്ഥനയും കോടതി പരിശോധിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേസിനെപ്പറ്റി പൊതുവായി കോടതി പറഞ്ഞപ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നും ആവർത്തിച്ച് പറയുകയും, സാധാരണ രാഷ്ട്രീയ കൊലപാതകത്തേക്കാൾ ഇതിനുള്ള വലിയൊരു മാനം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു
നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് എന്ന് കോടതിക്ക് കണ്ടെത്തേണ്ടിയും വന്നത്. അതെന്താണ്? നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമുണ്ട് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. ആ ജനാധിപത്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിൽ ആ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഈ നാട്ടിലെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ അവകാശങ്ങളിലൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നതോടൊപ്പം തന്നെ വിയോജിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും കൂടിയാണ്. അതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിലേക്ക് നയിച്ചത് ഞാൻ വിശദീകരിക്കാൻ പോകുകയല്ല ഇവിടെ നിങ്ങളുടെ മുമ്പാകെ, നിങ്ങൾക്കറിയാം. അത് ആശയരംഗത്ത് ഇത് ശരിയല്ല എന്ന് പറയുകയും അപ്പുറത്ത് ശരിയാണെന്ന് എത്ര വലിയവൻ പറഞ്ഞാലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവൻ അത് ഉറക്കെ പറയുകയും ആ പറയുന്നതിന് എനിക്ക് അവകാശമുണ്ട്, എൻ്റെ അവസാന ശ്വാസം വരെ അല്ലെങ്കിൽ ഞാൻ തിരുത്തപ്പെടുന്നത് വരെ അത് പറയും എന്ന് പറയുന്ന ആ ആർജവം കൈക്കൊള്ളുകയും അങ്ങനെ പറയുകയും ചെയ്തു. ആ എതിർ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊക്കെ പറയുന്ന, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ സംഭവങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ട് വസ്തുതകൾ ചേർത്ത് കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി ചേർത്തതും അത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്താനും ഒക്കെ സഹായകമായിട്ടുള്ളത് ഞാനൊരു പക്ഷേ പറഞ്ഞാൽ ഈ കഥ പറച്ചിലൊക്കെയാണ്. എൻ്റെ ബഹുമാന്യരായിട്ടുള്ള പ്രതിഭാഗ വക്കീലന്മാരൊന്നും ഞാൻ ഒരിക്കലും മോശമാക്കി പറയില്ല. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒന്നിച്ച് കാണുന്നവരും ചായ കുടിക്കുന്നവരും ഒക്കെയാണ്, ലോക്യം പറയുന്നവരുമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അവരെ ഒന്നും മോശപ്പെടുത്തി പറയല്ല. എങ്കിലും അവിടെ ഉന്നയിക്കപ്പെട്ടുള്ള വ്യക്തിപരമായ, ശരിയാണ്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട് ചന്ദ്രശേഖരനോട്. പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെയുള്ള ആളാണ്, ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് 2008 ശേഷം. അതിനു മുമ്പേ അദ്ദേഹം CPM-ലായിരുന്നു. ചന്ദ്രശേഖരൻ CPM-ലുള്ള സമയത്തും ഞാൻ അതിൽ നിന്ന് സലാം പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഒരു കാലമാണ്. 2000 മുതൽക്ക് നമസ്തേ പറഞ്ഞ് മാറി നിന്നിട്ടുള്ളതാണ്. ഇരിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ആ ബന്ധം എനിക്ക് നന്നായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ ഈ മനുഷ്യനെ രണ്ടായിട്ട് മാറ്റി നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു സ്വാധീനം എന്നിലുണ്ടാകാം, അതിൻ്റെ ഒരു വാശിയോ ശക്തിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ടാവാം. കേസിലെ തെളിവുകൾക്കപ്പുറത്തേക്ക് മറ്റൊന്നും കാണിക്കാനില്ലാത്തടത്ത് ഇപ്പുറത്ത് ഇതിൻ്റെ വൈകാരികതയും ഈ സാമൂഹ്യമായുള്ള പശ്ചാത്തലവും എല്ലാം അടങ്ങിയിട്ടുള്ള സംസാരം അവരെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമെന്ന് മാത്രം ഞാൻ പറയുകയും അവരോട് നിങ്ങൾ അതുകൊണ്ട് സമാധാനിക്കുക, ഇതിങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഥ പറച്ചിൽ ഞാൻ കോടതിയിൽ നിന്ന് ഉറക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കഥ പറയും, ജഡ്ജിനോടും പറഞ്ഞു, കഥ ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ നമ്മളാരും കഥയില്ലാത്തവരാവരുത് എന്ന് എന്തോ എനിക്ക് അന്നേരം പറയാൻ തോന്നി. ആ കഥയില്ലായ്മയുടെ കാര്യവും ഞാൻ പിന്നീട് പറയണ്ടായി. ഇതും തന്നെ കുമാരൻകുട്ടി വക്കീൽ പറഞ്ഞ ആ കോടതിയിൽ പറഞ്ഞ വർത്താനമൊക്കെ ഇവിടെ പറഞ്ഞു എന്ന് ആരും പറഞ്ഞുകൊണ്ടല്ല, ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്ന് കരുതിയാൽ മതി. ഇരിക്കട്ടെ, അതങ്ങനെ പോട്ടെ. നമ്മളിനി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അതിനെ ഗൗരവപൂർവ്വം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കെട്ട കാലത്താണ് നമ്മളിന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിൽ എത്തുക എന്നുള്ളത് മാത്രമേ ഇന്ന് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങനെ അധികാരം കൈയടക്കാനുള്ള ഒരു
ഏക വഴിയായി ജനാധിപത്യത്തെയും ആ ജനാധിപത്യത്തിൻ്റെ ഏക മുഖമായി തെരഞ്ഞെടുപ്പിനെയും കാണുക. അത് കഴിഞ്ഞാൽ പിന്നെയോ പ്രഖ്യാപിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ സമ്പ്രദായങ്ങളെയും കുഴിച്ചു മൂടുന്ന അവരുടെ പ്രഖ്യാപനങ്ങൾ. അതുകൊണ്ടല്ലേ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ജനങ്ങളോട് പറയുകയും അതിന് വോട്ട് മേടിക്കുകയും ചെയ്യുക. ആ വോട്ട് മേടിക്കുമ്പോൾ ആ പ്രഖ്യാപനങ്ങളുടെ ആ വാഗ്ദാനങ്ങളുടെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ വരുംവരായികൾ എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ജനങ്ങളുള്ളിടത്ത് ആരോ പറഞ്ഞ മാതിരി ജനാധിപത്യമെന്ന് പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു ജനതയില്ലെങ്കിൽ ജനാധിപത്യത്തിന് യാതൊരർത്ഥവുമില്ല. ആ ജനാധിപത്യത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നമ്മൾ കാണണം. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്ന് കേരളത്തിലുള്ളത്? എന്തെങ്കിലും ജനാധിപത്യപരമായ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കാലത്ത് മോഹിച്ചിരുന്നതാണ് ഈ വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുന്ന ആ മഹത്തായിട്ടുള്ള ഒരു ആശയത്തിൽ വല്ലാതെ ആകൃഷ്ടരായിപ്പോയി. അതുകൊണ്ട് കണ്ടമാനം വിമർശനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ വിമർശനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അവസാനം ഇത് പറഞ്ഞിട്ട് നേരെയാവില്ല. ഒരു വിമർശനം നടത്തിയാൽ അതിനൊരു ഉത്തരം കിട്ടുക, ഉത്തരം തരിക, തെറ്റായാലും ശരി. അങ്ങനെയൊന്നുണ്ടല്ലോ. നമ്മളൊരാളോട്, നേതൃത്വത്തോട് കാര്യങ്ങൾ പറഞ്ഞു, അത് തെറ്റാണെങ്കിൽ എടോ താൻ പറയുന്നത് തെറ്റാണെന്ന് പറയണ്ടേ? അതും പറയില്ല, ശരിയാണെന്നും പറയില്ല. ആകപ്പാടെ അവസാനം എനിക്ക് ബിംബങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് വലിയ നേതാക്കന്മാരോട് പറയേണ്ടി വന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ ഇതാണ് ഇതിനകത്ത് നടക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഇന്നിവിടെ ആരും ഒന്നിനെയും ചോദ്യം ചെയ്യാതിരിക്കുന്നത്. ഇതൊരു വലിയ അപകടാവസ്ഥയല്ലേ? സിദ്ധാർത്ഥൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പരസ്പരം സ്നേഹത്തോടുകൂടി പ്രവർത്തിച്ച് നല്ലവരായി പുറത്തു വരേണ്ടുന്ന ഈ മക്കളൊക്കെ ചെന്നിട്ട് അവിടെ ഒരു കുട്ടി പോലും അവിടെ നടന്ന ആക്രമണത്തെ പറ്റി ഒന്ന് പുറത്തു പറയാൻ വേണ്ടി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ഈ കേരളം എവിടെ എത്തിയിരിക്കുന്നു? ഞാനതിനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് അത്തരം ഒരു അവസ്ഥയിലാണ്. അനീതിയെ ചെറുക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെതിരായി ഒരു ശബ്ദം ഉയർത്താൻ വേണ്ടി ഭയപ്പെടുന്ന ആളുകളുള്ള ഒരു നാടായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഭയപ്പാട് എവിടെ നിന്ന് വരുന്നു എന്ന് ചകഞ്ഞ് പരിശോധിക്കേണ്ടുന്ന കാലമാണ് നമുക്ക്. ആ പരിശോധന നമ്മൾ നടത്തുക, ജനാധിപത്യത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ മാത്രമേ ഈ ഒരു വോട്ടിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ വില എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും TP കേസുമായും അതിൻ്റെ കേസുമായും അതിൻ്റെ വിധിയുമായും ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല. ഇനിയും സംസാരിക്കാണ്ട് ഇവിടെ വളരെ ദൂരെ നിന്ന് വന്ന് ഇവിടെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രാസംഗികന്മാരുണ്ട്. ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇനിയും വരാം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ആളാണല്ലോ. വടകരയിൽ ഇനിയും വരാം. ഇനിയും തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും, പോകും. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നമ്മൾ യഥാർത്ഥ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ, അതിനെ പിന്തുടരുന്നുണ്ടോ എന്നതാണ്. ഏകാധിപത്യത്തിനെതിരായിട്ട് അത് അങ്ങ് ഡൽഹിയിലായാലും ശരി, കേരളത്തിലായാലും ശരി, വടകരയിലായാലും ശരി, അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നമ്മളൊക്കെ മാനസികമായി തയ്യാറാകണം. ആ തയ്യാറെടുപ്പിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റൂ, ഒരു ശരിയായ സമൂഹമായി കൊണ്ടുവരാൻ പറ്റൂ എന്ന് ചിന്തിക്കണം എന്ന് വിനയപുരസ്സരം എല്ലാവരോടും പറഞ്ഞുകൊണ്ടും ഇനി ഇവിടെ എനിക്ക് നൽകിയിട്ടുള്ള ഈ ഉപഹാരത്തിനും ഈ എന്നെപ്പറ്റി പറഞ്ഞുള്ള നല്ല വാക്കുകൾക്കുമൊക്കെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്ത അത്രയും വലിയ പുകഴ്ത്തലുകളും നല്ല വാക്കുകളും കേട്ടു. അതൊക്കെ പറഞ്ഞതിനൊക്കെ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വരാനിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും എന്നാലാകുന്ന വിധത്തിൽ ഞാനതിൻ്റെ കൂടെ ഉണ്ടാകും. ആ പറയുന്നത് ഒരു കൽബിൻ്റെ ശബ്ദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. TP കേസിന്റെ നാൾവഴികളെ കുറിച്ച് വടകരയിലെ ജനതയോട് സംവദിച്ചതിന് നന്ദി. നമസ്കാരം.